അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഹ്ലൻ വസഹ്ലൻ മർഹബൻ ബിക്കും. പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, എഡ്ഫിൽ ലേണിംഗ് സംഘടിപ്പിക്കുന്ന LPSA, UPSA, HS അറബിക്കുമായി ബന്ധപ്പെട്ട വെബിനാർ സീരീസിന്റെ സെഷനിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇന്നത്തെ ഈ ഒരു സെഷനിനകത്ത് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് PSC അറബി പരീക്ഷകളിൽ, LPSA, UPSA, HS പരീക്ഷകളിൽ നഹ്വ് അറൂദുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അധികരിച്ചിട്ടാണ് ഈ ഒരു സെഷന് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വോയിസ്, സ്ക്രീന്, കാര്യങ്ങളൊക്കെ വ്യക്തമാണ് എന്ന് കരുതുന്നു. അവ്യക്തതകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ സാന്ദർഭികമായി സൂചിപ്പിക്കണമെന്ന് നേരത്തെ ഉണർത്തുകയാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് പരമാവധി എങ്ങനെയാണ് നഹ്വ് അറൂദ് ഭാഗത്തിന് വേണ്ടി പരീക്ഷയ്ക്ക് ഒരുങ്ങേണ്ടത് എന്നതിലേക്കുള്ള ചെറിയ സൂചനകളാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്, നഹ്വ് അറൂദ് എന്നത് വളരെ വിശാലമായ ഒരു ഭാഗമാണ്. നഹ്വ് അറൂദ് എന്നുള്ളത് വളരെ ചുരുങ്ങിയ കുറച്ച് മാത്രമുള്ള ഒരു കാര്യമാണ് അറൂദ്. അതിന് പ്രൊപ്പോർഷനലി ആണ് അതിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുള്ളതും. എന്നാൽ നഹ്വ് എന്നത് കൂടുതൽ വിശാലമായ ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ അതിൽ നിന്നും ധാരാളം ചോദ്യങ്ങൾ വരുന്നത് പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അപ്പൊ ആയതിനാല് എങ്ങനെയൊക്കെയാണ് നഹ്വ് അറൂദിന് വേണ്ടിയിട്ട് ഒരുങ്ങേണ്ടത് എന്നുള്ളതിനുള്ള ചെറിയ ഒരു സൂചനയാണ് ഈ ക്ലാസ്സിനകത്ത് നൽകാൻ ഉദ്ദേശിക്കുന്നത്. ഏകദേശം ഒരു 1.5 മണിക്കൂറാണ് സമയം പ്രതീക്ഷിക്കുന്നത്. 7:30ക്കാണ് നമ്മൾ തുടങ്ങുന്നത്. നഹ്വിനെ സംബന്ധിച്ച് പറയുന്ന സമയത്ത് ആദ്യം നഹ്വ്, അവസാനം നമുക്ക് അറൂദിനെ കുറിച്ചും പറയാം. നഹ്വിനെ കുറിച്ച് പറയുന്ന സമയത്ത് PSC പരീക്ഷയിൽ അറബി പോർഷനിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ഒരു ഭാഗമാണ് നഹ്വ്. കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് 15ന്റെ അടുത്തായിട്ട് ചോദ്യങ്ങൾ സാധാരണഗതിയിൽ നഹ്വുമായി ബന്ധപ്പെട്ട് ചോദിക്കപ്പെടാറുണ്ട്. നഹ്വുമായി ബന്ധപ്പെട്ട് പ്രത്യേക ചാപ്റ്ററുകളിൽ നിന്നോ അധ്യായങ്ങളിൽ നിന്നോ മാത്രം ചോദിക്കപ്പെടുക എന്നുള്ള ഒരു രീതിയോ അല്ല കാണപ്പെടാറുള്ളത്. മറിച്ച് ജനറൽ നഹ്വിനെ കുറിച്ചും പ്രായോഗികമായിട്ട് ഗ്രാമറിനെ കുറിച്ചുള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് പൂർണ്ണമായ ധാരണയുണ്ടോ എന്നുള്ളതാണ് നഹ്വിന്റെ മുൻവർഷ ചോദ്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടുകൂടെ തന്നെ കൺസെപ്റ്റ് ചോദിച്ചിട്ട് ഡയറക്റ്റ് ആൻസറുകൾ വരുന്നതിൽ നിന്ന് വിഭിന്നമായിട്ട് പ്രാക്ടിക്കൽ ചോദ്യങ്ങളും ഉദാഹരണങ്ങളിലൂടെയാണ് കൂടുതലും ചോദ്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. ആമുഖമായി സൂചിപ്പിക്കുന്നത് മാത്രം. കാരണം അറബി PSCക്ക് ഒരുങ്ങുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഭാഗമാണ് നഹ്വ് എന്നാണ് പറഞ്ഞു പോകുന്നത്. എന്നതുപോലെ തന്നെ 2ാം സ്ഥാനത്ത് ബലാഗ് വരുന്നുണ്ട്, ലിറ്ററേച്ചർ വരുന്നുണ്ട്. എന്നാലും നഹ്വ് അതിൻ്റെ ഒരു തട്ട് താണു തന്നെ ഇരിക്കും എന്ന് ആമുഖമായിട്ട് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഇനി ഇന്നത്തെ ഒരു സെഷനിനകത്ത് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, കഴിഞ്ഞ വർഷത്തിൽ 2024 വർഷത്തിൽ കഴിഞ്ഞിട്ടുള്ള HSA, UPSA പരീക്ഷകളിൽ നഹ്വുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഒന്ന് വായിച്ച് അതിൻ്റെ ഉത്തരങ്ങൾ ഒരു തഹ്ലീൽ, ഒരു വിശകലനം നടത്തി പോകാമെന്നുള്ളതാണ് ആദ്യം നഹ്വുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. HSA പരീക്ഷയും UPSA പരീക്ഷയുമായി ബന്ധപ്പെട്ട് നഹ്വിന്റെ ചോദ്യങ്ങൾ ധാരാളം കാണാമായിരുന്നു 2024 ഏറ്റവും അവസാനം നടന്ന പരീക്ഷാ പേപ്പറിൽ തന്നെ. അപ്പോൾ അതിൻ്റെ ചോദ്യങ്ങൾ എങ്ങനെയായിരുന്നു എന്നത് മനസ്സിലാക്കലാണ് ഒരു ആദ്യപടി. അങ്ങനെയാണല്ലോ നമുക്ക് നഹ്വിൽ ഏതൊക്കെ കാര്യങ്ങൾക്കാണ് ഊന്നൽ നൽകേണ്ടത് എന്നത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ചോദ്യങ്ങൾ മാത്രമാണ് എൻ്റെ സ്ക്രീനിലുള്ളത്. ഇത് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ ചോദ്യങ്ങൾ അവസാനിപ്പിക്കണം. 10-30ഓളം ചോദ്യങ്ങളാണ് ഈ 2 പേപ്പറിൽ നിന്നായിട്ട് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. ഇതിനേക്കാൾ കൂടുതലുണ്ട്, പക്ഷെ അതിൽ നിന്നും ചിലതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും ഏകദേശം 30ഓളം ചോദ്യങ്ങൾ നഹ്വുമായി ബന്ധപ്പെട്ട് ഈ 2 പേപ്പറിനകത്ത് കണ്ടിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം,
ഇദാ ദഖല ലൈത അല ജുംലത്തി അഷ്ശബാബു ആയിദുൻ. അഷ്ശബാബു യുവത്വം, ആയിദുൻ മടങ്ങി വരുന്നതാണ്. യുവത്വം മടങ്ങി വരുന്നതാണ്. അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. യുവത്വം മടങ്ങി വരും. അതിനോടുകൂടെ ലൈത്ത എന്ന് ചേർന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ വരുന്ന മാറ്റം എന്താണ്? ഷബാബു ആയിദുൻ മുബ്തദ ആണ്. മുബ്തദന് റഫ് ലമ്മാണ്. ഷബാബു ആയിദുൻ എന്നതുപോലെ തന്നെ ഖബറാണ്, റഫ് ആണ്, ലമ്മാണ്. ഷബാബു ആയിദുൻ. അതിന്റെ തൊട്ട് മുമ്പിൽ ലൈത്ത ചേർന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ വരുന്ന മാറ്റം എന്താണ് എന്നതാണ് ചോദ്യം ഉള്ളത്. അത് വളരെ സിമ്പിളായ ഒരു ചോദ്യമാണ്. അതിന്റെ ഉത്തരം അഷബാ ലൈത്ത ഷബാബ ആയിദൻ എന്ന ഓപ്ഷൻ സിയിൽ കാണാൻ പറ്റുന്നതാണ്. ലൈത്ത സോറി ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡിയിൽ കാണാൻ പറ്റുന്നതാണ് ലൈത്ത ഷബാബ ആയിദൻ എന്നത്. ഓക്കെ, ഓപ്ഷൻ ഡിയിൽ കാണാൻ പറ്റും ലൈത്ത ഷബാബ ആയിദൻ. സോറി, ലൈത്ത ഷബാബ ആയിദുൻ. ഓപ്ഷൻ എയിൽ കാണാൻ പറ്റുന്നത് മാറിപ്പോയതാണ്, ലൈത്ത ഷബാബ ആയിദുൻ. കാരണം ലൈത്ത എന്നുള്ളത് ഇന്നാവാഹ്വാത്തിന്റെ ഗണത്തിൽ ഉൾപ്പെടുന്നതാണ്. ഇന്നാവാഹ്വാത്തിന്റെ ഗണത്തിൽ ഉൾപ്പെടുന്ന പദങ്ങളുടെ പ്രത്യേകതയാണ് ലൈത്ത ഷബാബ ആയിദുൻ. ഇന്ന വ അഖ്വാത്ത് അതിൽപ്പെട്ടതാണ് ലൈത്ത. ഇന്ന, അന്ന, കഅന്ന, ലാകിന്ന, ലൈത്ത, ലഅല്ല എന്നീ 6 പദങ്ങളാണ് ഇന്ന വഖ്വാത്തിലുള്ളത്. അതിൽ ഇസ്മിന് നസ്ബും ഖബറിന് റഫും. ലൈത്ത ഷബാബ ആയിദുൻ, ലൈത്ത ഷബാബ ആയിദുൻ എന്ന ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോ ബാക്കിയുള്ളതൊക്കെ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെറ്റിച്ചു കൊടുത്തിട്ടുണ്ട്. ലൈത്ത ഷബാബു അത് മിസ്റ്റേക്ക് ആണ്. ലൈത്ത ഷബാബു മിസ്റ്റേക്ക് ആണ്. ലൈത്ത ഷബാബ എന്നും പിന്നെ ആയിദൻ എന്ന് വരുന്നതും മിസ്റ്റേക്ക് ആണ്. അപ്പോ ലൈത്ത ഷബാബ ആയിദുൻ എന്ന വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇന്ന പഠിക്കുന്ന കൂട്ടത്തിൽ അതിനോട് കൂടെ പഠിക്കുന്നതാണ് ലൈത്ത എന്നുള്ളതും. ഇന്ന, അന്ന, ലൈത്ത. ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാറുള്ളത് ലൈത്ത എന്ന സ്ഥാനത്ത് ലൈസ എന്ന് വരും. ലൈസ, ലൈസ എന്നത് ഇന്ന വഖ്വാത്തിന്റെ കൂട്ടത്തിൽപ്പെട്ടതല്ല, അത് കാന വഖ്വാത്തിന്റെ കൂട്ടത്തിലാണ്. അപ്പൊ ഇവിടെ ലൈത്ത എന്നതിന് പകരം ലൈസ എന്നാണ് ഉള്ളതെങ്കിൽ ലൈസ ഷബാബു ആയിദൻ എന്ന ഓപ്ഷൻ സി ആയിരുന്നു ശരിയായി വരുന്നത്. ലൈസ എന്നാണെങ്കിൽ ലൈത്തയും ലൈസയും തമ്മിൽ കൺഫ്യൂഷൻ ആവരുത്, മാറിപ്പോകരുത് എന്നുള്ളതിലുള്ള ചെറിയൊരു സൂചന. ലൈത്ത എന്നത് ഇന്ന കാറ്റഗറിയിൽപ്പെട്ടതാണ്, ലൈസ എന്നത് കാന കാറ്റഗറിയിൽപ്പെട്ടതാണ്. അപ്പൊ ലൈസയാകുന്ന സമയത്ത് ലൈസ ഷബാബു ആയിദൻ എന്ന് ലൈസ ഓപ്ഷൻ സി മോഡലിലാണ് വരുന്നത്. ലൈത്ത എന്നതാണ് നമ്മുടെ ഈ ഒരു ചോദ്യത്തിലും പരാമർശിക്കപ്പെട്ടുള്ളത് കൊണ്ട് തന്നെ ഓപ്ഷൻ എയിൽ കാണുന്ന പോലെ തന്നെ ലൈത്ത ഷബാബ ആയിദുൻ, യുവത്വം മടങ്ങി വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. യക്സുറു നഹ്ലു ഫിൽ ഹദീഖത്തില്ലത്തി ഫീഹാ അഷ്ജാറുൻ മുസ്മിറത്തുൻ എന്ന ഒരു സ്റ്റേറ്റ്മെന്റിൽ മുസ്മിറത്തുൻ എന്നതിന്റെ ഇഅ്റാബ് എന്താണെന്നാണ് ചോദ്യം. യക്സുറു നഹ്ലു തേനീച്ച വർദ്ധിക്കും, ഈച്ചകൾ. ഫിൽ ഹദീഖത്തി തോട്ടത്തിൽ, അല്ലത്തി ഫിഹാ അഷ്ജാറുൻ മുസ്മിറത്തുൻ ഫലം കാഴ്ച മരങ്ങൾ ഉണ്ടെങ്കിൽ, ധാരാളം ഫലം കായ്ക്കുന്ന മരങ്ങളുള്ള പൂന്തോട്ടത്തിൽ തേനീച്ച വർദ്ധിക്കും എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ അർത്ഥം. ഈ ഒരു ചോദ്യത്തിൽ നമ്മുടെ ഓപ്ഷൻസ് ചോദിച്ചിട്ടുള്ള മുസ്മിറത്തുൻ എന്നതിന് എന്ത് ഇഅ്റാബാണ്? അത് റഫ് ആണോ, ജറാണോ, ഫായിലാണോ, മഫ്ഊലാണോ എന്നത്. മുളാഫുൻ ഇലൈഹി എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. അത് തെറ്റാണ്, മുളാഫ് ഇലൈഹി അല്ല. ഫായിലാണോ? ഫായിലാണെങ്കിൽ അതിന് തൊട്ടുമ്പോൾ ഫെയില് സാധനങ്ങളൊക്കെ വേണം. അല്ലത്തി ഫീഹ അഷ്ജാർ മുസ്മിറത്തുൻ എന്നത് ഫായിലുമായി പരിഗണിക്കാൻ പറ്റില്ല. മഫ്ഊലും ബിഹി മൻസൂബുൻ, മഫ്ഊലും ബിഹി മൻസൂബുൻ ബിൽ ഫത്ഹത്തി, മഫ്ഊലും ബിഹി ആയിട്ടും കാണാൻ പറ്റില്ല. എന്നാൽ പിന്നെ അതിന് സാധ്യമായ ഒരു ശരിയായ വഴി നഅ്തുൻ മർഫൂഉൻ ബിൽ ലമ്മത്തി, ലമ്മ് നൽകപ്പെട്ട് നഅ്താണ് ഒരു വിശേഷണമാണ്. അല്ലത്തി ഫിഹ അഷ്ജാറുൻ മരങ്ങളുണ്ട്, ആ മരത്തിന്റെ വിശേഷണമാണ് മുസ്മിറത്തുൻ, ഫലം കായ്ക്കുന്ന മരങ്ങളുണ്ട് എന്ന് പറയുന്നു. അപ്പോ മുസ്മിറത്തുൻ എന്നത് നഅ്താണ്. നഅ്തുൻ മർഫൂഉൻ ബിൽ ലമ്മത്തി എന്ന ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരമായി വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തില് ഷാഹത്തു തലാമിദത്ത, ഞാൻ വിദ്യാർത്ഥികളെ കണ്ടു, ഫിൽ മദ്രസത്തി, സ്കൂളിൽ, കമ്മിൽ ബിൽ മുനാസിബി, യോജിച്ചത് തെരഞ്ഞെടുത്ത് പൂർത്തീകരിക്കാനാണ്. ഇവിടെ അത്തലാമിദത്ത എന്ന് കാണുന്ന ഈ ഒരു സ്ഥാനത്ത് അതിന്റെ ശേഷം അല്ലാത്തി യദുറുസ്ന, അല്ലത്തി യദുറുസു, അല്ലദീന യദുറുസൂന, അല്ലദീ യദുറുസു എന്ന ധാരാളം ഓപ്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. തലാമിദത്ത് എന്നാൽ വിദ്യാർത്ഥികൾ എന്നാണ്. വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ തിൽമീദ് വിദ്യാർത്ഥി, അതിന്റെ ജമ്മാണ് തലാമിദത്ത്.
നമുക്ക് ഈ തലാമിദത്ത് ഒരു കൺഫ്യൂസിങ് ആണ്. നമ്മളെ ആളെ ധരിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് നൽകുന്ന ഒരു ചോദ്യമാണ്. തലാമിദത്തിന്റെ അവസാനത്തിലെ താ കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കും അതൊരു മുഅന്നത്താണ്, അതൊരു സ്ത്രീലിംഗമാണെന്ന് വിചാരിക്കുകയും പിന്നെ സ്ത്രീലിംഗത്തോട് യോജിച്ചു വരുന്ന അല്ലത്തിയോ അല്ലാത്തിയോ, കുറെ സ്ത്രീകളാണെങ്കിൽ അല്ലാത്തി എന്നാണ് ഉപയോഗിക്കുന്നത്, ഒരു സ്ത്രീ ആണെങ്കിൽ അല്ലത്തി എന്നാണ് ഉപയോഗിക്കുന്നത്, ഒരു പുരുഷനാണെങ്കിൽ അല്ലതി എന്നാണ്, ധാരാളം പുരുഷന്മാരുണ്ടെങ്കിൽ അല്ലദീന എന്നാണ്. പക്ഷെ ഈ തലാമിദത്ത് എന്നുള്ള പദം തിൽമീദ് വിദ്യാർത്ഥി, തലാമിദത്ത് വിദ്യാർത്ഥികൾ ആയതുകൊണ്ട് തന്നെ അതൊരു മുദക്കറാണ്. മുദക്കർ ജമ്മ്, ജമ്മു മുദക്കറാണ്. തലാമിദത്ത് വിദ്യാർത്ഥികൾ അല്ലദീന യദുറുസൂന പഠിക്കുന്നു, ഫിൽ മദ്രസത്തി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ ഞാൻ കണ്ടു. ഷാഹത്തു അത്തലാമിദത്ത അല്ലദീന യദുറുസൂന ഫിൽ മദ്രസത്തി എന്നതാണ് ശരിയായ ഉത്തരമായി വരുന്നത്. ഓക്കെ, അപ്പോ ഓപ്ഷൻ സി ആണ് തലാമിദത്തി എന്നുള്ളതിൽ അവസാനത്തിലെ താ കണ്ട് തെറ്റിദ്ധരിക്കേണ്ട എന്നതാണ് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. ഇനി തിൽമീദത്തിന്റെ ജമ്മെന്താ? തിൽമീദാത്ത് എന്ന് പറയും. തിൽമീദത്ത് എന്നാണെങ്കിൽ തിൽമീദാത്ത് എന്നാണ് പറയാല്. തലാമീദ് എന്ന് പറയില്ലേ? തിൽമീദ് ജമ തലാമീദ് ആവില്ലേ? അതെ, തിൽമീദ് എന്നുള്ളതിന് രണ്ട് ജമ്മുണ്ട്. തിൽമീദ് എന്നുള്ളതിന്റെ ജമ്മ്, തലാമീദിന്റെ മറ്റൊരു ഉദാഹരണം ഉസ്താദ്. ഉസ്താദ് എന്നുള്ളതിന്റെ ജമ്മ് അസാത്തീദ് എന്നും പ്രയോഗിക്കാറുണ്ട്, അസാത്തിദത്ത് എന്നും പറയാറുണ്ട്. രണ്ടും ഉപയോഗിക്കുന്നതാണ്. രണ്ടും മുദക്കറിന്റെ ജം ആണ് ഇത് രണ്ടും. തിൽമീദിന്റെ ജമ്മാണ് തലാമീദ്, തലാമിദത്തുൻ, രണ്ടും തിൽമീദിന്. ഉസ്താദിന്റെ ജമ്മാണ് അസാത്തീദ്, അസാത്തിദത്ത്, രണ്ടും. അങ്ങനെ വേറെ എക്സാമ്പിൾ ഉണ്ടോ? ഇത് അറബിയിൽ കോമൺ ആണ്. അപ്പോൾ ഈ തിൽമീദ് എന്നുള്ള വസ്നില് വരുന്ന പല പദങ്ങളുടെയും ഉദാഹരണങ്ങൾ ഇത്തരം രീതിയിൽ കാണാൻ പറ്റും. ഇക്സീർ, ഇക്സീർ, അക്കാസിറത്ത്, അക്കാസീർ എന്ന്. അപ്പോ അത് ഈ ഒരു വസ്ന് തിൽമീദ്, തിൽമീദ് എന്ന് പറയുമ്പോൾ ആ വസ്നോട് ഞാൻ ഉദ്ദേശിക്കുന്നത് അവസാനത്തിന് തൊട്ട് മുമ്പുള്ളത് മദ്ദക്ഷരാണ്, തിൽമീദ്. അതുപോലെ തന്നെ ഉസ്താദ് എന്ന് വരുന്ന, അത് നമുക്ക് ഈ പ്രയോഗത്തിലൂടെ ഉപയോഗത്തിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് തലാമിദത്ത് മുഫ്രദ് മുദക്കർ ജംഉ മുദക്കറാണ്. അതുകൊണ്ട് തന്നെ അല്ലദീന യദുറൂസൂന എന്നുള്ളതാണ് അവിടെ ശരിയായി വരേണ്ടത്. ഓക്കെ, അടുത്ത ചോദ്യം. അൽ ഹുജ്ജാജു ഹാജിമാർ യുസാഫിറൂന ഇലാ മക്ക, മക്കയിലേക്ക് യാത്ര പോകും, ഫി ഷഹ്രിൽ ഖാദിമി അടുത്ത മാസം. ശരിയാണ്, അടുത്ത മെയ് മാസത്തിലാണ് ഹാജിമാര് ഹജ്ജിന് വേണ്ടി യാത്ര പോയി തുടങ്ങും. ഓക്കെ, ഇദാ ഹുബിലത്തിൽ ജുംലത്തു ഇലൽ ജുംലത്തിൽ ഫിഅലിയ, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഫിഅലിയായി ജുംലയാക്കി മാറ്റുന്ന സമയത്ത് അത് എങ്ങനെയാണ് പറയേണ്ടതെന്ന്. അൽ ഹുജ്ജാജ് യുസാഫിറൂന എന്ന് തുടക്കത്തിൽ വന്നത് ഇപ്പോൾ ഒരു ഇസ്മ ആയതുകൊണ്ട്, ഹുജ്ജാജ് ഹാജിമാർ എന്നായതുകൊണ്ട് തന്നെ അത് ഇപ്പോൾ ജുംല ഇസ്മിയയാണ്. ഇനി അത് ജുംല ഫിഅലിയാക്കുന്ന സമയത്ത് യുസാഫിറു എന്ന് തുടക്കത്തിൽ വരണം, ഫീല് തുടക്കത്തിൽ വരണം. ഫീല് തുടക്കത്തിൽ വരുന്നത് കൊണ്ട് ആ ഫീലിനെ ജം ആക്കേണ്ടതില്ല. കാരണം തുടക്കത്തിൽ ഫീല് വന്നു, അതിനുശേഷം ഫായില് കുറെ പേരുണ്ടെങ്കിൽ കൂടെ ആ ഫീല് യുസാഫിറു എന്ന് മാത്രം മതി. അപ്പോ അതിന് ശരിയായ ഉത്തരം വരുന്നത് യുസാഫിറുൽ ഹുജ്ജാജു ഇലാ മക്കത ഫി ഷഹ്രിൽ ഖാദിം. യുസാഫിറുൽ ഹുജ്ജാജു ഇലാ മക്കത ഫി ഷഹ്രിൽ ഖാദിം, അടുത്ത മാസം ഹാജിമാർ മക്കയിലേക്ക് യാത്ര പോകും. ഒന്നാമത്തതില് യുസാഫിറുൽ ഹുജ്ജാജ്, പക്ഷെ അതിന്റെ അവസാന ഭാഗത്ത് എന്തൊക്കെ തെറ്റിച്ചിട്ടുണ്ട്. ഇലാ മക്കത്ത എന്നായിരുന്നു, ഫി ഷഹ്രിൽ ഖാദിം എന്നുള്ളതായിരുന്നു. ഇവിടെയാണ് ഇതിലൊരു തെറ്റ്. പിന്നെ യുസാഫിറൂനൽ ഹുജ്ജാജു എന്ന് ജമ്മാക്കി വരേണ്ടതില്ല. പിന്നെ ഹുജ്ജാജ് എന്നുള്ളത് തുസാഫിറൂന്ന് മുഅന്നസ് ആക്കേണ്ടതുമില്ല. ഓക്കെ, അപ്പോ യുസാഫിറുൽ ഹുജ്ജാജു ഇലാ മക്കത്ത ഫി ഷഹ്രിൽ ഖാദിം എന്നതാണ് ശരിയായ ഉത്തരം. ഇനി അടുത്തത് ഇംലഇൽ ഫറാഗ ഫിൽ ജുംലത്തി താലിയത്തി, നൽകപ്പെടുന്ന സെന്റൻസിന്റെ ബാക്കി ഭാഗം പൂരിപ്പിക്കാനാണ്. ബിൽ ഫിൽ മുനാസിബി ഓപ്ഷനുകളിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ട്. അന്തി നീ യാ സൈനബ്, സൈനബെ ഒരു സ്ത്രീയോടാണ് ഖിതാബ്, സ്ത്രീയോട് അഭിമുഖമായി പറയുകയാണ്. സൈനബെ നീ, ലം 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 നീ കളിച്ചിട്ടില്ല എന്നതാണ്, തെൽഅബ് എന്നുള്ള പദമാണ് ശേഷം നൽകിയിട്ടുള്ളത്. അപ്പോൾ ഒരു സ്ത്രീയോട് ഖിതാബായി പറയുന്ന സമയത്ത് മാത്രല്ല അതോടുകൂടെ ലം ലം എന്ന് പ്രവേശിച്ചിട്ടുണ്ട്. ലം എന്നത് ജസ്മുൽ ഫീലുൽ മുദാരി, ഫീലുൽ മുദാരിന് ജസ്മ് ചെയ്യുന്ന അദാത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. അപ്പൊ തെൽ അബീന എന്നതാണ് ഒരു സ്ത്രീയോട് അഭിമുഖമായിട്ട് നീ കളിക്കുന്നു എന്നത് പറയുന്നത് തെൽ അബീന. തെൽ അബു
ഒരു ആണിനോട് നീ കളിക്കുന്നു, തെൽ അബു തെൽ അബാനി തെൽ അബൂന. അത് ആണുങ്ങളോട്, ഒരാണ്, രണ്ടാണ്, മൂന്നാണ്. ഒരു സ്ത്രീ ആകുന്ന സമയത്ത് തെൽ അബീന തെൽ അബാനി രണ്ട് സ്ത്രീകൾ, പിന്നെ തെൽ അബിന നിങ്ങൾ ധാരാളം സ്ത്രീകൾ എന്നാണല്ലോ വരുന്നത്. ഈ കൂട്ടത്തില് അന്തി യാ സൈനബു ലം തെൽ അബീന എന്ന് വരുന്ന സമയത്ത് അവിടെ ലമ്മ് കൂടെ ഉണ്ട്. ലമ്മ് ജസ്മ് ചെയ്യുന്നത് അവസാനത്തേതുള്ള നൂന് കളഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ശരിയായ ഉത്തരം ലം തെൽ അബീ. തെൽ അബീന എന്നതാണ് ഒരു സ്ത്രീയോട് അഭിമുഖമായി പറയുന്ന സമയത്ത് സാധാരണഗതിയിൽ ഉപയോഗിക്കേണ്ടത്. ഇവിടെ ലമ്മ് വന്നതുകൊണ്ട് ലം തെൽ അബീ എന്നുള്ള അവസാനത്തേതുള്ള നൂനിനെ കളഞ്ഞിട്ട് പറയുന്നതാണ് ജസ്മ് ചെയ്യുന്നതിന്റെ രൂപം. അപ്പൊ അന്തി യാ സൈനബു ലം തെൽ അബി എന്ന അത് ഓപ്ഷൻ സി. ലിമാന്ന് വായിച്ചൂടെ? ഓ ലിമാന്ന് വായിച്ചൂടെ? ലിമാന്ന് വായിക്കാവുന്നതാണ്. ശരി, ഓക്കെ. അന്തി യാ സൈനബു ലിമ, ലിമാന്ന് വായിക്കാവുന്നതാണ്. പക്ഷെ ആ ലിമാന്ന് വായിച്ചിട്ടുണ്ടെങ്കിൽ അതിനോട് യോജിച്ച ഒരു ഓപ്ഷന് താഴെ നൽകപ്പെട്ടിട്ടില്ല. ലിമ എന്തിനാണ് തെൽ അബു എന്ന് സൈനബിനോട് ചോദിച്ചാൽ പോരാ, തെൽ അബീന എന്നാണ് ചോദിക്കേണ്ടത്. അങ്ങനെ ഒരു ഓപ്ഷന് താഴെ നൽകപ്പെട്ടതുമില്ലല്ലോ. ഓക്കെ, തെൽ അബു തെൽ അബ്ന ബി പറ്റൂലേ? ഇല്ല, ഓപ്ഷൻ ബി തെൽ അബ്ന എന്നതാണ്. തെൽ അബ്ന എന്ന് പറയുന്ന സമയത്ത് തെൽ അബ്ന തെൽ അബീന എന്നതാണ് ഒരു സ്ത്രീയോട് അഭിമുഖമായി പറയട്ടെ. തെൽ അബീന, ബാന്റെ ശേഷം ഒരു യാ ഉണ്ടാവും. ഇത് അതില്ലാതെ തെൽ അബീന എന്ന് പറയുന്നത് ധാരാളം സ്ത്രീകളോട് പറയുന്ന സമയത്താണ്. കൂടെ ഞാൻ പറയാം, തെൽ അബു ഒരാണിനോട് അഭിമുഖമായി പറയുന്നു, നീ കളിക്കുന്നു. തെൽ അബാനി രണ്ടാണിനോട് പറയുന്നു, നിങ്ങൾ കളിക്കുന്നു. തെൽ അബൂന കുറെ പുരുഷന്മാരോട്, മൂന്നിലധികം ആളുകളോട്. തെൽ അബീന ബാന്റെ ശേഷം നൂന്. തെൽ അബീന ഒരു സ്ത്രീയോട് അഭിമുഖമായി പറയുന്നു. ഇവിടെ യാ സൈനബു എന്നൊക്കെ കൊണ്ടുവന്നത് അതിനു വേണ്ടിയിട്ടാണ്, ഒരു സ്ത്രീയാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ തെൽ അബാനി രണ്ട് സ്ത്രീകളോട് അഭിമുഖമായി പറയുന്ന സമയത്ത്, തെൽ അബിന ധാരാളം സ്ത്രീകളോട് അഭിമുഖമായി പറയുന്ന സമയത്ത്. അപ്പൊ ഇവിടെ അന്തി യാ സൈനബു ഒരു ആളോടാണ് ഖിതാബ്, അഭിസംബോധനം. അതുകൊണ്ട് തന്നെ ലം തെൽ അബി എന്ന ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ഓക്കെ, അതേ ആ ഒരു സെയിം കൺസെപ്റ്റ് ആണ് ഈ ഒരു ചോദ്യത്തിലും പ്രയോഗിക്കപ്പെട്ടിട്ടുള്ളത്. അയ്യനിൽ ജവാബ് സഹിഹ, ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കാൻ യാ ഫാത്തിമത്തു, ഫാത്തിമ. ഫാത്തിമ എന്നുള്ളത് ഒരു സ്ത്രീയാണ്. ഫാത്തിമ എന്ന ഒരു സ്ത്രീയോട് അഭിമുഖമായിട്ടാണ് പറയുന്നത്. അപ്പൊ ഒരു സ്ത്രീയോടാണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായി. ലാ തഅക്കുൽ, നീ ഭക്ഷിക്കരുത്. അൽ വജബത സരിയ, വജ്ബ സരിയ എന്ന് പറഞ്ഞ ഫാസ്റ്റ് ഫുഡ് എന്നാണ്. നീ ഭക്ഷിക്കരുത്. ലാ തഅക്കുൽ എന്ന് ഒരു സ്ത്രീയോട് അഭിമുഖമായിട്ട് പറയാൻ പാടില്ല. ലാ തഅക്കുൽന, നിങ്ങൾ നീ ഭക്ഷിക്കരുത്. അത് ധാരാളം സ്ത്രീകൾ ഉണ്ടാകുന്ന സമയത്താണ് ലാ തഅക്കുൽന എന്ന് പ്രയോഗിക്കുക. ലാ തഅക്കുലീന, നീ ഭക്ഷിക്കരുത്. തഅക്കുലീന എന്നുള്ളതൊക്കെ ശരിയായിരുന്നു. പക്ഷെ ലാ എന്നത് നഹിന്റെ, ചെയ്യരുത് എന്ന ജസ്മ് ചെയ്യുന്ന പദമാണ്. നേരത്തെ ലം പറഞ്ഞ പോലെ തന്നെ ഫെയിലു മുളാരിന് ജസ്മ് ചെയ്യുന്ന പദങ്ങൾ ലം, ലാ, ലം, വലന്നാഹിയ. ഇൻ വലം വലന്നാഹിയ, ഇതാണ് ഫെയിലു മുളാരിന് ജസ്മ് ചെയ്യുന്ന പദങ്ങൾ. അപ്പൊ ഈ ലമ്മാണ് ലാ എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ആ ലാ എന്നതുകൊണ്ട് തന്നെ അവസാനം നൂന് വരുന്നത് തെറ്റാണ്. അവസാനത്തെ ഡി ഓപ്ഷനിൽ ലാ തഅക്കുലി, നീ ഭക്ഷിക്കരുത്. അൽ വജ്ബ സരിയ, അൽ വജബത സരിയത, ഫാസ്റ്റ് ഫുഡ് നീ ഭക്ഷിക്കരുത് എന്ന് പറയുമ്പോൾ ഇതാണ് ശരിയായ ഉത്തരമായിട്ട് കണക്കാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻ, ഇത് രണ്ടും ഒരു സെയിം കൺസെപ്റ്റ് ആണ്. ഇത് രണ്ടും ഒരേ പേപ്പറിൽ കാണപ്പെട്ടതുമാണ്. ഇനി ഇഹ്മറത്തിൽ വർദ്ധത്തു, ഇഹ്മറത്തിൽ വർദ്ധത്തു, ഇഹ്മറത്തിൽ വർദ്ധത്തു, പുഷ്പം ചുവന്നു എന്നതാണ്. യുബ്ന തഅജ്ജുബ് മിൻ ഹാദിഹിൽ ജുംല, ഈ ഒരു സെന്റൻസിൽ നിന്നും തഅജ്ജുബ്, അത്ഭുതം കൂറിയിട്ട് എങ്ങനെയാണ് പറയുക എന്ന് വെച്ചാൽ, ഫിഅലു തഅജ്ജുബ് എന്നുള്ളത് നഹ്വിൽ പരാമർശിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. മാ അഫ്അല എന്ന ഒരു വസിനിലാണ് തഅജ്ജുബ്, അത്ഭുതം. മാ അഹ്സന സൈദൻ, എന്ത് ഭംഗിയാണ്. അല്ലെങ്കിൽ മാ അഹ്സനൽ വർദ്ധത, ആ റോസാ പുഷ്പം എന്ത് ഭംഗിയുണ്ട് എന്ന് അവർ അത്ഭുതം കൂറിയിട്ട് പറയാൻ ഉപയോഗിക്കുന്ന അറബിയിലെ രൂപമാണ് മാ അഫ്അല. പിന്നെ മറ്റൊന്നുണ്ട് അഫ്ഇൽ ബിഹി, അഫ്ഇൽ ബിൽ വർദ്ധതി. ഈ രണ്ട് സിഗകളാണ് ഉപയോഗിക്കാറുള്ളത്. മാ അഫ്അല എന്ന്, മാ അഫ്അല അൽ വർദ്ധത, അല്ലെങ്കിൽ മാ അഹ്സൻ അൽ വർദ്ധത, അല്ലെങ്കിൽ അഹ്സിൻ, അഫ്ഇൽ അഹ്സിൻ ബിൽ വർദ്ധത്തി. ഈ രണ്ട് സിഗകളാണ് ഉപയോഗിക്കാറുള്ളത്.
ഈ കൂട്ടത്തിലെ ഈ നമ്മുടെ നൽകപ്പെട്ട സെന്റൻസിൽ നിന്നും ഒന്നാമത്തെ ഓപ്ഷൻ നോക്കാം. അൽ വർദത്തു പുഷ്പം അഷദ്ദു ഇഹ്മിറാറൻ നല്ല ചുവപ്പ് നിറമുള്ളതാണ്. അത് തെറ്റൊന്നുമല്ല. പക്ഷെ അത് താജുബിന്റെ സീഗ അല്ല അവിടെ ഉപയോഗിക്കപ്പെട്ടുള്ളത്. അത് നമ്മൾ പ്ലെയിൻ ആയിട്ട് പറയുന്ന ഒരു പ്രയോഗമാണ്. പിന്നെ ഓപ്ഷൻ സിയിൽ നോക്കൂ. ഇഹ്മിറാറുൽ വർദത്തി പുഷ്പത്തിന്റെ ചുവപ്പ് അഷദ്ദു നല്ല കഠിനമായി ചുവപ്പാണ്. ഇഹ്മറത്തിൽ വർദ്ധത്തു പുഷ്പം ചുവന്നു ഷദീദൻ ശക്തമായി ചുവന്നിട്ടുണ്ട്. ഇതിലെ താജുബിന്റെ സീഗയായിട്ട് നിശ്ചയിക്കപ്പെട്ടുള്ളതും നിർണയിക്കപ്പെട്ടുള്ളതും മാ അഷദ്ദ എന്നതാണ്. മാ അഷദ്ദ എന്നല്ല, മാ അഫ്അല എന്നുള്ള വസനാണ്. അപ്പോ ഇവിടെ നന്നായിട്ട് ചുവന്നിട്ടുണ്ട് എന്നുള്ളതിന് മാ അഷദ്ദ ഇഹ്മിറാറൽ വർദത്തി എന്നാണ് പ്രയോഗിക്കേണ്ടത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. അൽ മുത്തഫവ്വിഖു ഫിൽ മുബാറസത്തി മത്സരത്തിൽ മികവ് പുലർത്തിയവൻ മംനൂഹുൻ അവന് നൽകപ്പെടും ജായിസ സമ്മാനം നൽകപ്പെടും. അൽ മുത്തഫവ്വിഖു ഫിൽ മുബാറസത്തി മംനൂഹുൻ ജായിസതൻ. മുബാറസത്ത് എന്ന് പൊതുവെ നമ്മളെ ഈ ഗുസ്തിക്കൊക്കെയാണ് പറയാറുള്ളത്. പൊതുവെ മത്സരം എന്നുള്ളതിനും കോമൺ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അൽ മുത്തഫവ്വിഖ് മികച്ചു നിൽക്കുന്നവൻ, ഫിൽ മുബാറസത്തി മത്സരത്തിൽ മികച്ചു നിൽക്കുന്നവന് മംനൂഹുൻ നൽകപ്പെടും ജായിസത്തൻ സമ്മാനം. ഇതൊരു സെന്റൻസ് ആണ്. ഈ സെന്റൻസിനകത്ത് ജായിസത്തൻ എന്നുള്ളതിന്റെ ഇഅ്റാബ് എന്താണെന്നാണ് ചോദ്യം. ജായിസ, മംനൂഹുൻ ജായിസ. ജായിസ എന്ന് പറഞ്ഞാൽ പ്രൈസ്. ഓക്കെ, ഇവിടെ ഇതൊരു കുറച്ചൊരു ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യമാണ്. ഇവിടെ മംനൂഹുൻ ജായിസത്തൻ എന്നതാണ്. ജായിസത്തുൻ ആണോ തൻ ആണോ എന്നൊക്കെ വായിക്കേണ്ടതെന്നാണ് ചോദ്യം. മഫ്ഊലുൻ അവൽ ഒന്നാമത്തെ മഫ്ഊലാണ് മൻസൂബും ബിൽ ഫത്ഹത്തി. ഇതിന് ഫത്ഹാണ് ലഭിക്കേണ്ടത് ഒരു ഓപ്ഷന്. രണ്ടാമത്തേത് നായിബ് ഫായിലാണ് മർഫൂഉം ബിൽ ലമ്മത്തി. മൂന്ന് മഫ്ഊൽ സാനി രണ്ടാം മഫ്ഊലാണ് മൻസൂബും ബിൽ ഫത്ഹത്തി. മഫ്ഊലാകുമ്പോ പിന്നെ ഫത്ഹത്ത്. പിന്നെ ഹാലു ഹാലാണ്. ഹാല് മൻസൂബും ബിൽ ഫത്ഹത്തി ഹാലാകുമ്പോൾ അതിന് നസ്ബ് കിട്ടിയതാണ്. ഇതിൽ ഏതാണെന്നുള്ളതാണ്. ഇനി അത് ഞാൻ ഒന്നുകൂടെ വിശദമായിട്ട് പറയാം. അൽ മുത്തഫവ്വിഖു ഫിൽ മുബാറസത്തി മത്സരത്തിൽ മികവ് കാണിക്കുന്ന ആള്. മംനൂഹുൻ എന്നത് മജ്ഹൂലാക്കി കൊണ്ടുവന്നതാണല്ലോ. മംനൂഹുൻ നൽകപ്പെടും. അത് നമുക്കൊന്ന് അയച്ചു പറയുകയാണെങ്കിൽ യുംനഹു എന്ന് ഫെയിലായിട്ട് പറയാം. യുംനഹു നൽകപ്പെടും, മംനൂഹുൻ നൽകപ്പെടും, യുംനഹു നൽകപ്പെടും. അപ്പോൾ മംനൂഹുൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു മജ്ഹൂലാണ്. അതിനെ ഒരു ഫെയിലായിട്ട് അതിനെ രൂപപ്പെടുത്തുകയാണെങ്കിൽ യുംനഹു അവന് നൽകപ്പെടും എന്നായി. യുംനഹു നൽകപ്പെടും. ആർക്ക്? ആ യുംനഹു നൽകപ്പെടും എന്നതിന്റെ ഉള്ളിലുള്ള നായിബ് ഫായില് അൽ മുത്തഫവ്വിഖു മുമ്പ് പറഞ്ഞ ഒരു ലമീറാണ്. യുംനഹു അവന് നൽകപ്പെടും. അൽ മുത്തഫവ്വിഖു ഫിൽ മുബാറസത്തി മത്സരത്തിൽ മികവ് പുലർത്തിയവന് യുംനഹു അല്ലെങ്കിൽ മംനൂഹുൻ നൽകപ്പെടുന്നതാണ്. ഈ മംനൂഹുൻ എന്നുള്ളതിന്റെ ഉള്ളിൽ ഒരു ലമീർ ഉണ്ട്. അത് യുംനഹു എന്നാണെങ്കിൽ ആ യുംനഹു എന്നുള്ളതിന്റെ ഉള്ളിൽ ഒരു ലമീർ ഉണ്ട്. ആ ലമീറാണ് ഇതിന്റെ നായിബ് ഫായില്. മജ്ഹൂലാകുന്ന സമയത്ത് നായിബ് ഫായിൽ വേണം. ഓക്കെ, അപ്പൊ മംനൂഹ് എന്നുള്ളതിന്റെ നായിബ് ഫായിലായിട്ട് വരുന്നത് ലമീറാണ്. ആ ലമീർ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുകയാണ്. ലമീർ മുസ്തത്തിറാണ്. ഇനി അപ്പോ നൽകും, അവന് നൽകും, മികവ് പുലർത്തിയവന് നൽകും. ആരാന്നുള്ളത് കളഞ്ഞിട്ടാണ് ഇവിടെ മജ്ഹൂലൊക്കെ ആക്കിയത്. കമ്മിറ്റിക്കാരൻ നൽകും എന്നുള്ളതാണ് ഉദ്ദേശം. ജായിസത്തൻ സമ്മാനം നൽകും. അപ്പൊ ഈ ജായിസത്തൻ എന്നുള്ളത് രണ്ടാം മഫ്ഊലാണ് അതിന്റെ ശരിയായ രീതിയിൽ പറയണമെങ്കിൽ. അതായത് നൽകും, കമ്മിറ്റിക്കാർ നൽകും. നൽകുന്നത് ഫായില് കമ്മിറ്റിക്കാരാണ്. അത് ഇവിടെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ മജ്ഹൂലാക്കിയത്. മജ്ഹൂലാക്കിയ സമയത്ത് ഇവിടുത്തെ ഒന്നാം മഫ്ഊല് ആർക്കാണ് നൽകുന്നത്? മികവ് പുലർത്തിയവൻ എന്നുള്ള ആ ഉള്ളിലുള്ള ലമീർ ആ ഒന്നാം മഫ്ഊല് നായിബ് ഫായിലായി വന്നു. അങ്ങനെയാണല്ലോ ചെയ്യാറുള്ളത്. പണം മോഷ്ടിച്ചു കള്ളൻ. അപ്പോൾ പണം മോഷ്ടിക്കപ്പെട്ടു. അപ്പൊ കള്ളൻ എന്നുള്ളത് കളഞ്ഞിട്ട് ആ ഒന്നാം മഫ്ഊല് പണം എന്നുള്ളതിനെ നമ്മൾ നായിബ് ഫായിലാക്കിയിട്ട് കൊണ്ടുവരാറാണ് ചെയ്യാറുള്ളത്. എന്ന പോലെയാണ് സെയിം പ്രോസസ്സാണ് ഇവിടെ നടന്നിട്ടുള്ളത്. കമ്മിറ്റിക്കാർ നൽകും മികവ് പുലർത്തിയവന്. മികവ് പുലർത്തിയവൻ എന്നുള്ളത് ശരിക്കും ഒന്നാം മഫ്ഊലായിരുന്നു. ആ ഒന്നാം മഫ്ഊലിനെ പിടിച്ചിട്ട് നായിബ് ഫായിലാക്കി. അപ്പോൾ നായിബ് ഫായിൽ ഇതിൻ്റെ ഉള്ളത്. പിന്നെ ജായിസത്ത് എന്നുള്ളത് രണ്ടാം മഫ്ഊലാണ്. ആ രണ്ടാം മഫ്ഊൽ അവിടെ അതുപോലെ തന്നെ അവശേഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ശരിയായ ഉത്തരം മഫ്ഊലുൻ താനിൻ രണ്ടാം മഫ്ഊലാണ്. മൻസൂബുൻ ബിൽ ഫത്ഹത്തി ഫത്ഹ് കൊണ്ട് നിസ്ബ് ലഭിച്ചു. മംനൂഉൻ ജായിസ്. സെന്റൻസിന്റെ ഇഅ്റാബ് ഒന്ന് പറയോ? അൽ മുത്തഫവ്വിഖു എന്നുള്ളത് മുബ്തദാണ്. മംനൂഹ് എന്നുള്ളത് ഖബറാണ്. അൽ മുത്തഫവ്വിഖു മികവ് പുലർത്തിയവൻ ഫിൽ മുത്തഫവ്വിഖ് മുബ്തദഉൻ മർഫൂ ബിൽ ലമ്മത്തി മുബ്തദ ആയതുകൊണ്ട് ലം ലഭിച്ചു.
ഫി ഹർഫ് ജറാണ്, മുബാറസത്ത് അതിന് മജ്റൂറാണ്, അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. അൽ മുത്തഫവ്വിഖു ഫിൽ മുബാറസത്തി എന്നുള്ളത് മുബ്തദ കഴിഞ്ഞു. ഇനി അതിന്റെ ഖബറാണ് മംനൂഹുൻ. മംനൂഹുൻ, അപ്പൊ മംനൂഹൻ എന്നുള്ളതിന് ഖബറാണ്, അതിന് ളം കിട്ടി, റഫ് കിട്ടി, മംനൂഹുൻ. ഈ മംനൂഹുൻ എന്നതിന്റെ അത് ഇസ്മു മഫ്ഊലാണല്ലോ. ഇസ്മു മഫ്ഊലാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മജ്ഹൂലാണ് എന്നർത്ഥം. ആ മജ്ഹൂൽ ആയതുകൊണ്ട് തന്നെ അതിന്റെ ഉള്ളിൽ ഉള്ള ലമീർ, ആ ലമീർ ആണ് അതിന്റെ നായിബ് ഫായിലായിട്ട് വരുന്നത്. അപ്പൊ മംനൂഹൻ എന്നുള്ളത് ഖബറുൻ മർഫൂൻ ബിൽ ളമ്മത്തി ളാഹിറത്തി എന്താ പറയാ, അതിന്റെ ഉള്ളിൽ ലമീർ ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലമീറുൽ മുസ്തത്തിർ നായിബു ഫായിലുൻ, നായിബു ഫായിലിൻ. ലമീർ മുസ്തത്തിർ, അതിന്റെ ഉള്ളിലുള്ള ലമീർ മുസ്തത്തിർ നായിബു ഫായിലാണ്. പിന്നെ ജായിസത്തൻ എന്നത് മഫ്ഊലുൻ ബിഹി താനിൻ, രണ്ടാം മഫ്ഊലാണ്, അതുകൊണ്ട് തന്നെ മൻസൂബുൻ ബിൽ ഫത്ഹത്തി. ഓക്കെ. അപ്പൊ അൽ മുത്തഫവ്വിഖു ഫിൽ മുബാറസത്തി മംനൂഹുൻ ജായിസത്തൻ മുബ്തദഉ ആണ്, ഖബറാണ്. ഈ ഖബറായിട്ടുള്ള മംനൂഹുൻ ജായിസത്തൻ എന്നുള്ളത് അത് ഒന്ന് വളരെ ചുരുക്കി പറഞ്ഞതാണ്. ശരിയായ രീതിയിൽ പറയുകയാണെങ്കിൽ യംനഹു നൽകും, അൽ മുനവ്വിമൂന സംഘാടകർ നൽകും, ഹു അവന് നൽകും, അവനെന്ന് പറഞ്ഞാൽ മികവ് പുലർത്തിയവന് നൽകും, ജായിസത്തൻ സമ്മാനം നൽകും എന്നുള്ളതിന് ഒന്ന് ചുരുക്കി കുറച്ചും കൂടെ ഷോർട്ടാക്കിയിട്ട് പറഞ്ഞതാണ് മംനൂഹുൻ ജായിസത്തൻ എന്നത്. ഇതുമായി ബന്ധപ്പെട്ട സംശയം ഉണ്ടോ? സംഘാടകരാണോ സാർ അവിടെ നായിബുൽ ഫായിലായിട്ട് വന്നിരിക്കുന്നത്? അല്ല, അല്ല, സംഘാടകരാണ് ഫായില് നൽകുന്നത്. അത് കളഞ്ഞു, ആ ഫായിൽ ഇവിടെ പറഞ്ഞിട്ടില്ല. അതിന് പകരം പിന്നെ നമ്മൾ ഒന്നാം മഫ്ഊലിൽ പിടിച്ചിട്ടാണ് പിന്നെ നായിബ് ഫായിലാക്കല്. അപ്പൊ സംഘാടകർ നൽകും. ആർക്കാണ് സംഘാടകർ നൽകുന്നത്? മികവ് പുലർത്തിയവന്. ആ മുമ്പ് പറഞ്ഞതിലേക്കുള്ള ഒരു ലമീർ ആ മംനൂഹ് എന്നുള്ളതിന്റെ ഉള്ളിലുണ്ട്, ഹുവ എന്ന്. മംനൂഹുൻ ഹുവ എന്നൊരു ലമീർ ഉള്ളിലുണ്ടാകും. അത് ഇസ്മു ഫായിലിന്റെ ഉള്ളിലും ഇസ്മു മഫ്ഊലിന്റെ ഉള്ളിലും ഫീൽ മാദിന്റെ ഉള്ളിലും ഫീൽ മുദാരിന്റെ ഉള്ളിലൊക്കെ ഉള്ള സാധനമാണ് ലമീർ മറഞ്ഞെടുക്കുക എന്നുള്ളത്. അപ്പോ മംനൂഹുൻ ഹുവ, ആ ഹുവ എന്നതാണ് നായിബ് ഫായില്. ഓക്കെ. അപ്പൊ അത് ഒന്നാം മഫ്ഊൽ ആയിരുന്നു, അതിനെ പിടിച്ചിട്ടാണ് ഇപ്പൊ നമ്മൾ നായിബ് ഫായിലാക്കിയത്. അതേസമയത്ത് ജായിസത്ത് എന്നുള്ളത് രണ്ടാം മഫ്ഊലാണ്, അതിപ്പോഴും രണ്ടാം മഫ്ഊലായിട്ട് തന്നെ തുടരുകയും ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഇറാബ് പറയുമ്പോൾ മംനൂഹൻ എന്നുള്ള ഒന്നാം മഫ്ഊലായിട്ട് തന്നെയല്ലേ ഇറാബ് പറയുക? മംനൂഹൻ എന്നത് ഒന്നാം മഫ്ഊലായിട്ടാണോ നമ്മൾ ഇറാബിൽ പറയുക? മംനൂഹൻ എന്നുള്ളത് ഖബറാണ്. മുത്തഫവ്വിഖ് എന്നുള്ളത് മുബ്തദഉം മംനൂഹൻ എന്നുള്ളത് ഖബറും. ആ ഖബറിന്റെ ഖബറാണ്. ആ ഖബർ, അതുകൊണ്ടാണ് അതിന് മംനൂഹൻ ലൊമ്മൊക്കെ കിട്ടിയത്. അതിന്റെ ഉള്ളിൽ ഒരു ലമീർ മുസ്തത്തിർ ഉണ്ട്. ആ ലമീർ മുസ്തത്തിർ ആ മംനൂഹൻ എന്നതിന്റെ നായിബ് ഫായിലാണ്. അതായത് ഇവിടെ ഖബറായി വരുന്നത് ഫീല് ഖബറായി വരാം. ഫീല് ഖബറായി വന്നാൽ അതിന് ഫായിൽ ഉണ്ടാകും, അല്ലെങ്കിൽ അതിന് നായിബ് ഫായിൽ ഉണ്ടാകും എന്നത് ഒരു സ്വാഭാവിക പ്രതിഭാസമാണല്ലോ. അപ്പൊ ഇതേ സാധനം ഇനി ഞാൻ ഫീലായിട്ട് പറയുകയാണെങ്കിൽ അൽ മുത്തഫവ്വിഖു ഫിൽ മുബാറസത്തി യുംനഹു ജായിസത്തൻ, യുംനഹു അവന് നൽകപ്പെടും, ജായിസത്തൻ സമ്മാനം നൽകപ്പെടും എന്ന് പറയുമ്പോൾ മുത്തഫവ്വിഖ് എന്നുള്ളത് മുബ്തദാണ്, യുംനഹു ജായിസത്തൻ എന്നുള്ളത് അതിന്റെ ഖബറാണ്. അപ്പൊ ഈ യുംനഹു എന്നുള്ളത് എന്താണ്? അത് ഫീലും മുളാരിയാണ്, പിന്നെ അതിന്റെ ഉള്ളിലുള്ള ലമീറാണ് നായിബ് ഫായില്, ജായിസത്ത് എന്നുള്ളത് മഫ്ഊൽ താനിയാണ്. ഈ യുംനഹു ജായിസത്തൻ എന്നുള്ളത് മുഴുവനായിട്ടുള്ള ഈ ഫീലും അതിന്റെ നായിബ് ഫായിലും ഒക്കെ അടങ്ങിയ വസ്തുവാണ് മുത്തഫവ്വിഖ് എന്നുള്ളതിന്റെ ഖബർ. എന്ന പോലെ തന്നെ ഇവിടെ മംനൂഹൻ എന്നുള്ളതാണ് ഖബർ. മംനൂഹൻ എന്നുള്ളത് ഖബറാണ്. ആ ഖബറാകുന്നതോട് കൂടെ തന്നെ അറ്റ് ദ സെയിം ടൈം അതിന്റെ ഉള്ളിൽ ഒരു ലമീർ മുസ്തത്തിർ ഉണ്ട്, അത് മംനൂഹൻ എന്നുള്ളതിന്റെ നായിബ് ഫായിലാണ്. പിന്നെ ജായിസത്ത് എന്നുള്ളത് അതിന്റെ ശേഷം വരുന്ന മഫ്ഊലുൻ താനിയാണ്. സംശയം ബാക്കിയുണ്ടോ? ഇല്ല ഇല്ല, ഓക്കെ സാർ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കാനത്ത് ത്വാലിബാനി, രണ്ട് വിദ്യാർത്ഥികളായിരുന്നു, ഡാഷ് മുജ്തഹിദൈനി ഫിൽ അമലി, ജോലിയിൽ നന്നായി പരിശ്രമിക്കുന്നവരായിരുന്നു. ഓക്കെ. അപ്പോ ഇവിടെ കാനത്ത് ത്വാലിബാനി എന്നതിന് ശേഷം കാനത്ത് ത്വാലിബാനി, ഈ ത്വാലിബാനി എന്നുള്ളത് ഒരു വിശേഷണമാണ് വരേണ്ടത്. അപ്പൊ ത്വാലിബാനി എന്നുള്ളതിന്റെ എല്ലാ ഫീച്ചേഴ്സും പാലിച്ചുകൊണ്ടുള്ളതായിരിക്കണം. അലിഫ്ലാം വേണം, പിന്നെ അവസാനം റഫ്ആണ്, അലിഫു നൂനു ആണ്. അപ്പൊ കാനത്ത് ത്വാലിബാനിൽ മാഹിറാനി, ആ മിടുക്കരായ രണ്ട് വിദ്യാർത്ഥികളായിരുന്നു, മുജ്തഹിദൈന ഫിൽ അമലി. ഓക്കെ. പിന്നെ അൽ മാഹി റൈനി എന്ന് പറ്റൂല, പിന്നെ മാഹി റാനി എന്ന് പറ്റൂല, കാരണം ഇവിടെ അലിഫ്ലാം ഇല്ല. പിന്നെ മാഹി റൈനി എന്ന് മാത്രം പറ്റൂല, കാരണം ത്വാലിബാനി എന്നാകുന്ന സമയത്ത് അലിഫും നൂനുമാണ്. അപ്പൊ അലിഫും നൂന് തന്നെ വേണം. അപ്പൊ കാനത്ത് ത്വാലിബാനിൽ മാഹിറാനി,
ആ രണ്ട് മികച്ച വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കഴിവുള്ള കുട്ടികൾ മുജ്തഹിദൈനി ഫിലാമലി അവർ നന്നായി പരിശ്രമിക്കുന്നവരായിരുന്നു. സാറേ രണ്ടാമത്തെ ഓപ്ഷൻ വരുവാണെങ്കിൽ അത് ബദലാക്കൂടെ നമുക്ക്? രണ്ടാമത്തെ ഓപ്ഷൻ ഇല്ലേ, അലിഫ്ലാം ഇല്ലാതെ മാഹിറാനി എന്നുള്ളത്, അത് ബദലാക്കാവോന്ന്? താലിബാനി എന്നതിന്റെ രണ്ടാമത്തെ ഓപ്ഷൻ ബി യെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതെ അതെ അതെ, താലിബാനി എന്നുള്ളതിന്റെ ബദലാവണമെന്നുണ്ടെങ്കിൽ കാന താലിബാനി മാഹിറാനി എന്ന് സാധ്യല്ല. കാരണം താലിബാനി ബദലും രണ്ടും ഒരുപോലെ യോജിച്ചു വരണല്ലോ. താലിബാൻ എന്നുള്ളതിൽ അലിഫ്ലാം ഉണ്ട്. കാന താലിബാനി അത്വാലിബാനി രണ്ട് വിദ്യാർത്ഥികൾ. പിന്നെ മാഹിറാനി എന്ന് പറയുമ്പോൾ അത് രണ്ടും ബദലാവാൻ പറ്റൂല. ബദലും മുബ്ദലും മിൻഹും യോജിച്ചു വരണം. ഇല്ല, അവിടെ മുബദൽ മിൻഹുനോട് യോജിച്ചല്ലേ വന്ന? തോലിബാനിക്ക് റഫാണ്, ഇതിന് റഫല്ലേ? അതെ, പക്ഷെ താരിഫിൽ താലിബാനി മാരിഫയാണ്, മാഹിറാനി അലിഫ്ലാം ഇല്ലാത്തതാണ്. ഇല്ല, ബദലിന് അലിഫ്ലാം വേണോ? വേണ്ടല്ലോ. മാരിഫയ്ക്ക് ശേഷം വരുന്ന അലിഫ്ലാം ഇല്ലാതെ വന്നാൽ അത് ബദലാക്കാമോ? മാരിഫയ്ക്ക് ശേഷം അലിഫ്ലാം ഇല്ലാതെ വന്നാല് മാഹിറൈനി എന്നല്ലേ കറക്റ്റ് ആയിട്ട് വരിക? ഡി, ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി അല്ല, ഓപ്ഷൻ സി മാത്രമാണ് ഇവിടെ ശരിയായ ഉത്തരവുള്ളൂ. കാന താലിബാനിൽ മാഹിറാനി. ഓപ്ഷൻ സി ആണ് ശരി. അല്ല, ഞാൻ സംശയം ചോദിച്ചാണ്, അങ്ങനെ ബദലാക്കി പറയാവോ എന്ന് ചോദിച്ചതാ. ഇല്ല, ബദലായി പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോ ബദല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാന അഹൂക മുഹമ്മദുൻ സ്വദീഖി, നിന്റെ സഹോദരൻ മുഹമ്മദ്, നിന്റെ സഹോദരൻ അഥവാ മുഹമ്മദ്. അപ്പൊ ഈ സഹോദരൻ ആരാണ് എന്നുള്ളതിനെ ഒന്ന് വിശദീകരിച്ചിരുന്ന സഹോദരൻ ഇറ്റ്സെൽഫ് ആണ് മുഹമ്മദ്. നിന്റെ സഹോദരൻ എന്ന് പറഞ്ഞാൽ അയാൾ തന്നെയാണ് ഈ മുഹമ്മദ് എന്ന് പറയുന്നത്. അതാണ് ബദല് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിന്റെ സഹോദരൻ മുഹമ്മദ്. ഇവിടെ അങ്ങനെ ആ ഒരു അർത്ഥത്തിലും ഒരു യോജിപ്പില്ല. അതോടുകൂടെ തന്നെ രണ്ടും മാരിഫ ആവണം എന്നുള്ള ഒരു നിബന്ധന കൂടിയുണ്ട് ബദലിലും. അപ്പോ ആ ഒരു നിബന്ധന കൂടി പാലിക്കപ്പെട്ടിട്ടില്ലല്ലോ. ഇറാബിൽ യോജിക്കുന്നതോടുകൂടെ തന്നെ അഹൂക്ക എന്നത് മാരിഫയാണ്, അതുപോലെ തന്നെ മുഹമ്മദ് എന്നുള്ളത് മാരിഫയാണ്. രണ്ടും മാരിഫയാകും ബദലാകുന്ന സമയത്തും. അതുകൊണ്ട് തന്നെ ഇവിടെ താലിബാൻ എന്നുള്ളത് അലിഫ്ലാം ഉണ്ട്, മാഹിറാൻ എന്നുള്ളതിൽ അലിഫ്ലാം ഇല്ല താനും. അപ്പൊ അതുകൊണ്ട് ബദലായിട്ട് പരിഗണിക്കാൻ കഴിയൂല. എന്നപോലെ തന്നെ അർത്ഥത്തിലും അത് താലിബാൻ എന്നുള്ളതിന്റെ ബദലാകുന്ന സമയത്ത് അതിന്റെ സെയിം മീനിങ് ആവണം അടുത്ത വരുന്ന സാധനവും. അഹൂക്ക നിന്റെ സഹോദരൻ. നിന്റെ സഹോദരൻ എന്ന് പറഞ്ഞാൽ ആ ഒരു തടി ഉണ്ടല്ലോ, അയാൾ തന്നെയാണ് ഈ മുഹമ്മദ് എന്ന് പറയുന്ന ആളും, അദ്ദേഹം തന്നെയാണ്. താലിബാനി രണ്ട് കുട്ടികള്, വിദ്യാർത്ഥികൾ. മാഹിറാനി മിടുക്കര്. അപ്പൊ ആ മിടുക്കരായ രണ്ട് വിദ്യാർത്ഥികളാണെങ്കിൽ അവരെ തന്നെ ഉദ്ദേശിച്ചാണെങ്കിൽ ആ മാഹിറാനിയിൽ അലിഫ്ലാം വേണമായിരുന്നു. പിന്നെ ഇവിടെ കൂടുതൽ മാറൂലേ സാർ? അപ്പൊ അത് സിഫത്താവൂലേ? ഇപ്പൊ അതെ, സിഫത്താണ്, നാത്താണ്. ഈ ഉദാഹരണത്തിൽ നാത്താണ്. കാന താലിബാനി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബദലും സിഫത്തും വേർതിരിച്ചെടുക്കാൻ പറ്റൂലല്ലോ. ബദലിന് അലിഫ്ലാം ഇല്ലാന്ന് അങ്ങനെ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഇല്ലാന്നാണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ മാഡം, അതോടുകൂടെ ഈ ബദൽ എന്ന് വരുന്നത് ഈ വിശേഷണമായ വസ്തുക്കളിൽ ബദൽ എന്നുള്ളതല്ല വരെ. വിശേഷണമല്ലാത്ത ഇസ്മ, ബദലിന്റെ താരീഫിൽ ഇസ്മു എന്നാണ് കാണിക്കുക. ബദൽ ഒരു വിശേഷണമല്ല, അതൊരു ഇസ്മാണ്. അപ്പൊ അഹൂക്ക മുഹമ്മദ് എന്ന് പറയുമ്പോൾ മുഹമ്മദ് ഒരു വിശേഷണമല്ലല്ലോ. ഇവിടെ ഇപ്പൊ മാഹിറാൻ എന്നുള്ള ഒരു വിശേഷണാണ്. വിശേഷണമാകുമ്പോൾ നമ്മൾ അതിനെ നാത്ത് എന്നുള്ള ഉൾപ്പെടുത്തും. വിശേഷണമല്ലാത്ത കാനത്ത്, ഉദാഹരണത്തിന് ഞാൻ പറയാം, കാനത്ത് താലിബാനി മുഹമ്മദുൻ വസൈദുൻ മുജ്തഹിദൈനി ഫിൽ അമൽ. അതിപ്പോ ബദൽ എന്ന് പറയാം. കാരണം മുഹമ്മദ് സെയ്ദ് എന്നുള്ളത് വിശേഷണമല്ല, അതൊരു ഇസ്മാണ്, രണ്ട് ഇസ്മാണ് വന്നത്. അപ്പൊ അത് താലിബാൻ എന്നുള്ളതിന് ബദലാണ്. കാനത്ത് താലിബാനി മുഹമ്മദുൻ വസൈദുൻ മുജ്തഹിദൈനി ഫിൽ അമൽ. ഓക്കെ. അതേസമയത്ത് മാഹിറാനി എന്നുള്ളത് അതൊരു വിശേഷണമാണ്, സിഫത്താണ്. സിഫത്താകുന്ന സമയത്ത് അതിനെ നമുക്ക് ബദൽ എന്നുള്ള രീതിയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. അത് നാത്ത് എന്നുള്ള ഗണത്തിലാണ് ഉൾപ്പെടുത്തേണ്ടത്. ഓക്കെ സാർ. ഓക്കെ. അപ്പൊ നാത്തും ബദലും തമ്മിലുള്ള കാര്യമായിട്ടൊരു മാറ്റം, നാത്ത് വിശേഷണമാണ്, ബദല് ഇസ്മ ആയിരിക്കും, വിശേഷണം അല്ലാത്ത ഇസ്മുകളായിരിക്കും. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ശരിയായ സ്റ്റേറ്റ്മെന്റ് തിരഞ്ഞെടുക്കാനാണ്, തെറ്റ് മനസ്സിലാക്കാനും. തിൽമീദാത്തു, തിൽമീദാത്ത് നേരത്തെ ചോദിച്ചല്ലോ ആരോ, തിൽമീദത്ത് എന്നുള്ളതിന്റെ ജമ്മ തിൽമീദാത്ത്. യദ്ഹബൂന എന്ന് വരുന്നത് തെറ്റാണ്. തിൽമീദാത്ത് ആകുന്ന സമയത്ത് യദ്ഹബൂന അല്ല. തിൽമീദാത്തു തദ്ഹബൂന, വിദ്യാർത്ഥിനികൾ തദ്ഹബൂന എന്ന് പറഞ്ഞാലും തെറ്റാണ്.
വിദ്യാർത്ഥിനികൾ. നിങ്ങൾ എന്ന് പറയുമ്പോഴാണ് തദ്ഹബൂന എന്നത് ഉപയോഗിക്കുക. തിൽമീദാത്താണ് വിദ്യാർത്ഥിനികൾ എന്ന് പറയുമ്പോൾ അവരാണ്. ഇനി അത്തിൽമീദാത്തു യദ്ഹബിന ഇലൽ മദ്രസത്തി. അത്തിൽമീദാത്തു വിദ്യാർത്ഥിനികൾ യദ്ഹബിന അവർ പോകുന്നു, ഇലൽ മദ്രസത്തി സ്കൂളിലേക്ക് പോകുന്നു. അതാണ് ശരിയായ ഉത്തരം. തദ്ഹബൂന എന്ന് പറയുന്നത് പുരുഷന്മാരെ കുറിച്ചാണ്, തദ്ഹബിന എന്ന് പറയുന്നത് സ്ത്രീകളെ കുറിച്ചുമാണ്. അപ്പോൾ ഏതായാലും അത് രണ്ടും അഭിമുഖമായി പറയുന്ന സമയത്താണ്. തദ്ഹബൂന പുരുഷന്മാരെ അഭിമുഖമായി പറയുന്ന സമയത്തും തദ്ഹബിന സ്ത്രീകൾ അഭിമുഖമായി പറയുന്ന സമയത്തുമാണ്. അതുകൊണ്ട് തന്നെ രണ്ടും ഇവിടെ ശരിയല്ല, തെറ്റാണ്. ഇവിടെ ശരിയായത് തിൽമീദാത്തു വിദ്യാർത്ഥിനികൾ യദ്ഹബിന പോകുന്നു, ഇലൽ മദ്രസത്തിൽ സ്കൂളിലേക്ക് എന്ന ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ഓക്കെ. എന്ന പോലെ തന്നെ ഇനി ഇന്നൽ ഹാത്തൈനിൽ ബിൻതാനി മുത്തിഅത്താൻ, ഇന്ന ഹാത്തൈനി ബിൻതാനി മുത്തിഅത്താൻ, ഇന്ന ഹാത്താനി ബിൻതൈനി ഒരു സെന്റൻസ് ആണ്. അത് പല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരിയായതെന്നാണ്. ഓക്കെ. ഇതിലെ ശരിയായ ഉത്തരം ഞാൻ പറയാം. ഇന്ന ഹാത്തൈനി, ഈ രണ്ട് പെൺകുട്ടികളും ബിൻതാനി മുത്തിഅത്താനി അനുസരണയുള്ള കുട്ടികളാണ്. ഇന്ന ഹാത്തൈനി, ഈ രണ്ട് പെൺകുട്ടികളും, ഇവ രണ്ടുപേരും ബിൻതാനി രണ്ട് പെൺകുട്ടികളാണ്, മുത്തിഅത്താനി അനുസരണയിൽ പെൺകുട്ടികൾ. ഇനി ഓരോന്നിനെയും തെറ്റ് പറയാം. ഇന്നൽ ഹാത്തൈനി, ഹാത്തൈനി എന്നുള്ളതിൽ അലിഫ്ലാം വരിക എന്നുള്ളത് ശരിയല്ല. ഇന്നൽ ഹാത്തൈനി, അതില് ഹാദാന്ന് അൽ ഹാദാന്ന് പ്രയോഗിക്കൂല, അത് തെറ്റാണ്. പിന്നെ ഓപ്ഷൻ സിയിലേക്ക് വരുന്ന സമയത്ത് ഇന്ന ഹാത്താനി, ഇന്ന വന്നാൽ പിന്നെ നസ്ബാണ്, ഹാത്തൈനി എന്നാണ് വരേണ്ടത്, തെറ്റ്. ഓപ്ഷൻ ഡിയിൽ വരുന്ന സമയത്ത് അലിഫ്ലാമിന്റെ തെറ്റുണ്ട്, പിന്നെ ഇന്ന അലിഫ്ലാമിന്റെ തെറ്റ്. ഓക്കെ. പിന്നെ ഇന്നന്റെ ശേഷം ഇവിടെ ബിൻതാനി എന്നാണ് വരേണ്ടത്, മുത്തിഅത്താനി എന്നാണ് വരേണ്ടത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബിയിൽ കാണാം. ഇന്ന ഹാത്തൈനി, ഇവർ രണ്ടുപേരും ബിൻതാനി മുത്തിഅത്താനി. അപ്പൊ ഇന്നയുടെ ഇസ്മ ഹാത്തൈനി എന്നതാണ്. രണ്ട് കുട്ടികളെ വിരൽ ചൂണ്ടിയിട്ടാണ് പറയുന്നത്, ഇവർ രണ്ടുപേരും. പിന്നെ അതിന്റെ ഖബറാണ് ബിൻതാനി, പെൺകുട്ടികളാണ്. ആ ബിൻതാനി എന്നതിന്റെ വിശേഷണമാണ് മുത്തിഅത്താനി. സാർ ഇന്ന ആ മൂന്നാമത്തതില് ഹാത്തൈനി വന്നിരുന്നെങ്കിൽ അത് ശരിയാവൂലേ? ഹാത്തൈനി ബിന്തൈനി. ഇന്ന ഹാത്തൈനി വന്നാല് പിന്നെ ബിൻതാനി മുത്തിഅത്താനി എന്ന് വരണമായിരുന്നു. ഇനി അത് ശരിയായ വേറെ ഓപ്ഷൻ ഞാൻ പറയാം, ശരിയാകാവുന്ന വേറെ ഓപ്ഷൻ പറയാം. ഇന്ന ഹാത്തൈനിൽ ബിൻതൈനി, ഇന്ന ഹാത്തൈനി ഇവർ രണ്ടുപേർ. നേരത്തെ ഒരു മേഡം ചോദിച്ച പോലെ തന്നെ എന്നിട്ട് ആ ഹാത്തൈനിയുടെ ബദലായിട്ട് അൽ ബിൻതൈനി, രണ്ട് പെൺകുട്ടികൾ. ഇന്ന ഹാത്തൈനി, ഇവർ രണ്ടുപേർ, അതായത് അൽ ബിൻതൈനി, ഈ രണ്ട് പെൺകുട്ടികൾ മുത്തിഅത്താനി അനുസരണയുള്ളവരാണ്. അപ്പോ ഇന്ന ഹാത്തൈനിൽ ബിൻതൈനി. അപ്പൊ അത് ഞാൻ വഖഫ് ചെയ്യുന്നതിലുള്ള മാറ്റം ശ്രദ്ധിക്കണം. ഇന്ന ഹാത്തൈനിൽ ബിൻതൈനി മുത്തിഅത്താനി, ഈ രണ്ട് പെൺകുട്ടികൾ മുത്തിഅത്താനി അനുസരണയുള്ളവരാണ്. ഓക്കെ. ഓപ്ഷൻ ബി ഇപ്പൊ അതും അത് ഈ ഓപ്ഷനിൽ ഇപ്പൊ ഇല്ലാത്തതാണ് നമ്മൾ പറഞ്ഞത്. ഇനി ബിയിലുള്ളത് വായിക്കുന്ന സമയത്ത് ഇന്ന ഹാത്തൈനി ബിൻതാനി മുത്തിഅത്താനി, ഇന്ന ഹാത്തൈനി ബിൻതാനി മുത്തിഅത്താനി, അത് രണ്ടും ശരിയായത് തന്നെയാണ്. അപ്പോ ഇവിടെയും പിന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഒരു കാര്യം, ബദലാകുന്ന സമയത്ത് ഇസ്മായിരിക്കും. ബിന്ത് എന്നുള്ളത് ഒരു ഇസ്മ, അതൊരു വിശേഷണമല്ല. ആ കാര്യങ്ങൾ കൂടിയാണെന്നുള്ള ഒന്നുകൂടെ ഒന്ന് സൂചിപ്പിച്ചു. ഓക്കെ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇങ്ങനെ ആർക്കെങ്കിലും സംശയങ്ങളൊക്കെ ഉള്ളത് ഉടനെ ഓരോരുത്തരും ചോദിക്കുന്ന പോലെ ചോദിക്കുന്നതാണ് അതിന്റെ രീതി. പിന്നെ ഇഖ്തരിൽ ഇബാറ ശരിയായ സ്റ്റേറ്റ്മെന്റ് തിരഞ്ഞെടുക്കാനാണ്. സുർത്തുല്ലദി അന്നി ഉമജ്ജിദുഹു, ഇന്നി ഉമജ്ജിദു, അന്നി ഉമജ്ജിദു, പല രീതിയിൽ. ഇതിൽ ശരിയായത് സുർത്തുല്ലദി ഇന്നി ഉമജ്ജിദുഹു എന്ന ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ഓക്കെ. അതിൽ രണ്ട് നിയമമാണ് ഇതിൽ പാലിക്കേണ്ടത്. ഒന്ന്, അല്ലദി എന്നതിന് ശേഷം അന്ന ഇന്ന എന്നതാണ് ഉപയോഗിക്കേണ്ടത്. അതായത് ഒരു സില ഇസ്മ മൗസൂലിന്റെ ശേഷമുള്ള സെന്റൻസിന്റെ തുടക്കത്തിൽ വരികയാണെങ്കിൽ അന്ന വായിക്കരുത്, ഇന്ന വായിക്കണം. സുർത്തുല്ലദി ഇന്നി ഉമജ്ജിദു, അല്ലതിന്റെ തൊട്ടു ശേഷം. ഞാൻ അല്ലതി ഒറ്റക്കല്ല, അല്ലത്തി, അല്ലദീന, സമാനമായ പദങ്ങളൊക്കെ. അതിൻ്റെയൊക്കെ ശേഷം വരുമ്പോൾ വായിക്കേണ്ടത് ഈ എന്ന് കസർ കൊണ്ടാണ് വായിക്കേണ്ടത്. ഇന്നക്ക് കസർ നൽകേണ്ട നിർബന്ധമായ ഒരു സാഹചര്യമാണ് ഇസ്മ മൗസൂലയുടെ ശേഷം. പിന്നെ രണ്ടാമത്തെ ഇവിടെ പാലിക്കേണ്ട ഒരു നിയമം ഉമജ്ജിദു, ഉമജ്ജിദുഹു എന്ന ഒരു ലമീർ ഇവിടെ അവസാനത്തിൽ
നിർബന്ധമാണ്. കാരണം ഇസ്മു മൗസൂലയുടെ ശേഷം സില വരുമല്ലോ, ആ സിലയുടെ ഉള്ളിൽ മൗസൂലിലേക്ക് മടങ്ങുന്ന ഒരു ലമീർ ആയിദ് വേണം എന്ന ഒരു നിയമം പറയാറുണ്ട്. അപ്പൊ സുറുത്തുല്ലതി ഇനി ഉമജിദുഹു, ഞാൻ ആദരിക്കുന്ന ഒരാളെ ഞാൻ സന്ദർശിച്ചു. സുറുത്തു ഞാൻ സന്ദർശിച്ചു, അല്ലതി ഒരാളെ, ഇനി നിശ്ചയം ഞാൻ ഉമജിദുഹു അവനെ മഹത്വവൽക്കരിക്കുന്നുണ്ട്, അദ്ദേഹത്തെ ഞാൻ ആദരിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ രണ്ട് നിയമങ്ങളാണ് ഇവിടെ പാലിക്കേണ്ടത്. ഒന്നാമത്തതില് അന്നി എന്നാണ്, അല്ലതിന്റെ ശേഷം തെറ്റാണ്. രണ്ടാമത്തെ ഓപ്ഷനിൽ ഇന്നി എന്നൊക്കെ ശരിയായിരുന്നു, പക്ഷെ ഉമജിദുഹു എന്നുള്ള ഇത് ലമീർ വന്നിട്ടില്ല. ഇവിടെ അന്നി എന്നുള്ള മിസ്റ്റേക്കും ഉണ്ട്, ലമീർ ഇല്ലാത്ത മിസ്റ്റേക്കും ഉണ്ട്. ഓക്കെ, സാർ അതിൽ ഒരു സംശയം. ഓക്കെ ചോദിച്ചു. ഈ ഇന്നി അന്നി ആക്കണ റൂൾസ് ഒന്ന് പറഞ്ഞു തരും ചെറുതായിട്ട്. ഇന്നി അന്നി ഓക്കെ, ആക്കണ അത് ഡീറ്റെയിൽഡായിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. അതിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇത്ര കാര്യം: ഇന്ന എന്ന് നിർബന്ധമായും പറയേണ്ട സാഹചര്യം, അതായത് അന്ന ഇന്ന എന്ന് വരുന്ന സമയത്ത് കസ്ർ നൽകൽ നിർബന്ധമായ സന്ദർഭങ്ങൾ. കസ്ർ ഫക്സിർ ഫിൽ ഇബ്തിദ വഫി ബദ്ഇ സില വഹൈദു ഇന്ന ലിയമീനി മുക്മില, അൽഫിയയിൽ ഇബ്നു മാലിക് പറയുന്നതാണ്. അപ്പോ ഫക്സിർ, ഇന്നക്ക് കസർ നൽകണം ഫിൽ ഇബ്തിദ, ഒന്നത് സെന്റൻസിന്റെ ഏറ്റവും ആദ്യത്തിൽ വന്നാൽ, തുടക്കത്തിൽ വന്നാൽ. ഇന്ന വെച്ചിട്ടാണ് ആ സെന്റൻസ് തുടങ്ങുന്നതെങ്കിൽ അത് കസറെ നൽകാവൂ, നിർബന്ധമാണ്. ഫക്സിർ ഫിൽ ഇബ്തിദ, ഇബ്തിദ തുടക്കത്തിൽ വന്നു. വഫി ബദ്ഇ സില, ഒരു സിലയുടെ തുടക്കത്തിൽ വന്നാൽ, സില എന്ന് പറഞ്ഞാൽ ഇസ്മ മൗസൂലിന്റെ ശേഷമുള്ള ആദ്യ ഭാഗം. അപ്പൊ നമ്മൾ ഈ ഉദാഹരണത്തിൽ കണ്ട പോലെ ഇസ്മ മൗസൂലിന്റെ ശേഷം സിലയുടെ തുടക്കത്തിൽ വന്നാലും കസ്റ നൽകേണ്ടത്. വഫി ബദ്ഇ സില. വഹൈസു ഇന്ന ലിയമീനി മുക്മില, മൂന്നാമത്തെ സന്ദർഭം സത്യം ചെയ്ത് പറയുന്നതിന്റെ തൊട്ടുശേഷം വല്ലാഹി എന്ന് യമീൻ സത്യത്തിന്റെ തൊട്ടുശേഷം വന്നാൽ വല്ലാഹി ഇന്നി എന്ന് പറയുന്ന സമയത്ത് ഇന്നി കസ്റാണ് നൽകേണ്ടത്. നാലാമത്തെ ഒരു സ്ഥലം കൂടിയുണ്ട്, ഔഹൂക്കിയത്ത് ബിൽ ഖൗൽ, ഖൗല് ഖാല അല്ലെങ്കിൽ ഖാലയുടെ മുസ്തഖാത്ത് അതിന്റെ തൊട്ട് ശേഷം വന്നാലും ഇന്നയാണ് പ്രയോഗിക്കേണ്ടത്. ഈ 4 സന്ദർഭം സെന്റൻസിന്റെ ഏറ്റവും ആദ്യത്തിൽ വന്നാൽ, അല്ലതീ പോലത്തെ ഇസ്മു മൗസൂലിന്റെ തൊട്ടുടനെ വന്നാൽ, യമീന് സത്യം വല്ലാഹി പോലത്തെ സത്യത്തിന്റെ തൊട്ടുടനെ വന്നാൽ മൂന്നാമത്തെ സ്ഥലം. നാലാമത്തെ സ്ഥലം കാല അതിന്റെ മുസ്തഖാത്ത് യഖൂലു അഖൂലു അതിന്റെ ഒക്കെ തൊട്ട് ശേഷം വന്നാൽ ഇന്ന എന്ന് കസറായിട്ടാണ് പറയേണ്ടത്. ഈ 4 സ്ഥലമല്ലാത്ത ബാക്കി എല്ലാ സ്ഥലങ്ങളിലും അന്ന എന്നാണ് ഉപയോഗിക്കേണ്ടത്. ഇതാണ് അതിന്റെ മനസ്സിലാക്കിയിരിക്കേണ്ട നിർബന്ധം. അപ്പൊ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഈ 4 സ്ഥലങ്ങളിൽ ഇന്ന, ഇതല്ലാത്ത ബാക്കി അന്ന പറയേണ്ട കുറെ സ്ഥലങ്ങളുണ്ട്. ഈ 4 സ്ഥലങ്ങളല്ലാത്ത ബാക്കി എല്ലാ സ്ഥലത്തും അന്ന ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, കഴിഞ്ഞു, മനസ്സിലായില്ലേ? 5 സ്ഥലങ്ങളിലുണ്ടെന്ന് ചിലവർ പറയുന്നു. 5 ഓക്കെ, അഞ്ചാമത്തേതാണ് ഹൈസുവിന്റെ ശേഷം ഇതാ ചാറ്റിൽ ഓരോരുത്തർ പറയുന്നുണ്ട്. ഹൈസു എന്നുള്ളത് പറയാറുണ്ട്. അത് അഞ്ചാമത്തെ ഒരു സ്ഥലമായിട്ട് പരിഗണിക്കേണ്ട. അതായത് ഹൈസു എന്നുള്ളതിന്റെ ശേഷം അറബികൾ അവരുടെ ഒരു രീതി, ഹൈസുവിന്റെ ശേഷം ഒരു സെന്റൻസ് പുതിയതായി തുടങ്ങുക എന്നുള്ളത് അതൊരു വളരെ അപൂർവമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ന പോലെ അപൂർവമായിട്ടുള്ള ചില സ്ഥലങ്ങൾ ഉണ്ടായേക്കാം. ഹൈസു എന്നുള്ളത് അൽഫിയയിൽ ഇബ്നു മാലിക് പറയുന്ന 4 സ്ഥലങ്ങളാണ് പറയുന്നത്. അപ്പോൾ അവിടെ അതിന്റെ ശാരീഹ്യങ്ങളുടെ ഒരു ചർച്ച നടക്കുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ട് ഹൈസുവിന്റെ ശേഷമുള്ളത് പറഞ്ഞു? ഹൈസുവിന്റെ ശേഷമുള്ളത് അത് ഇബ്തിദാ എന്ന് പറയുന്ന ഗണത്തിൽ ഉൾപ്പെടുന്ന, ഹൈസുവിന്റെ തൊട്ട് ശേഷം ഒരു പുതിയ സെന്റൻസ് തുടങ്ങുന്നതായിട്ടാണ് അറബികൾ പരിഗണിക്കാറുള്ളത്. ഹൈസു എന്നുള്ളതിന് ശേഷം ഒരു ന്യൂ സെന്റൻസ് തുടങ്ങുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഇബ്തിദാ എന്ന് പറഞ്ഞ ഗണത്തിൽ ഹൈസു പെടുന്നുണ്ട് എന്ന് അതിന്റെ ഒരു വ്യാഖ്യാനത്തിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ചുരുക്കി പറഞ്ഞാൽ ഈ 4 സ്ഥലങ്ങളാണ് സർവ്വവ്യാപകമായി വരുന്നത്. അപൂർവമായിട്ട് ഹൈസു എന്നുള്ളത് ഇബ്തിദാ എന്നുള്ള ഗണത്തിൽ ഉൾപ്പെടുത്തിയാൽ തീരാവുന്നത്. വേറെ നാലാമത്തെ എന്താ പറഞ്ഞു? നാലാമത്തെ എന്താ? കാല അല്ലെങ്കിൽ യഖൂലു എന്നതിന്റെ തൊട്ട് ശേഷം കാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നമൽ ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലെങ്കിൽ ഇന്ന. അപ്പൊ അവിടെ ഇന്നയാണ് പ്രയോഗിക്കേണ്ടത് കാലന്റെ ശേഷം. ഖുൽ ഇന്നൽ മൗതല്ലദീ യഫ്റൂന മിന്നു.
അടുത്ത സെന്റൻസിലേക്ക് വരാം. ഏം, ശരിയായി തിരഞ്ഞെടുക്കാൻ തന്നെയാണ്. ദഹബസാരിഖു, മോഷ്ടാവ് പോയി. യഹ്രിസൂന അൽ ജുനൂദു, പല രീതിയിലാണെന്നുള്ളത്. അപ്പോ നമ്മൾക്കൊക്കെ അറിയാം, ഒരു മോഷ്ടാവിനെ പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് പോലീസുകാരൊക്കെ അദ്ദേഹത്തിന് വലയും തൂർക്കും അങ്ങനെയാണ് കൊണ്ടുപോകാറുള്ളത്. അതാണ് ഈ സെന്റൻസിനകത്ത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ദഹബസാരിഖു, മോഷ്ടാവ് പോയി. യഹ്രിസുഹു, അവന് കാവൽ നിൽക്കുന്നുണ്ട്. അൽ ജുനൂദു, പട്ടാളക്കാർ, പോലീസുകാർ അവന് കാവൽ നിൽക്കുന്നുണ്ട്. യഹ്രിസുൽ ജുനൂദു, ഇതാണ് ശരിയായത്. അപ്പൊ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് അസാരിഖു, പിന്നെ യഹ്രിസുഹുൽ ജുനൂദ് എന്ന് പറയുന്ന സമയത്ത് ഈ സാരിഖിലേക്ക് മടങ്ങുന്ന ഒരു ആയിദായ ലമീർ ഇതിനകത്ത് ഉണ്ടാവുക എന്നുള്ളത് നിബന്ധനയാണ്. സാരിഖ് എന്നത് ഇവിടെ മൈരിഫയായ അലിഫ്ലാമുക്കുള്ള പദമായതുകൊണ്ട് തന്നെ അതിന് ശേഷം വരുന്ന യഹ്രിസുഹുൽ ജുനൂദ് എന്നുള്ളത് അത് അതിന്റെ ഹാലാണ്. അത് പൊതുവായിട്ട് അറബിയിലുള്ള ഒരു ഖായിദയാണ്. അൽ ജുമലു ബഅദൻ നക്കിറാത്തി സിഫാത്തുൻ വബഅദൽ മആരിഫി അഹ്വാലുൻ. നഹ്വുൽ വാദിലുള്ള ഒരു ഖായിദയാണ്. ജുംല, ഫീല്, ഫായില്, അതൊരു ഇസ്മിന്റെ ശേഷം വന്നാല് ആ ജുംലനെ വിശേഷണം നായത്ത് എന്നുള്ള ഗണത്തിലാണോ ഉൾപ്പെടുത്തേണ്ടത്, അല്ല ഹാല് എന്നുള്ള ഗണത്തിലാണ് ഉൾപ്പെടുത്തേണ്ടത്. ജുംല ഹാലായിട്ടും വരാറുണ്ട്, ജുംല നായത്തായിട്ടും വരാറുണ്ട്. അപ്പൊ ഈ യഹ്രിസുഹുൽ ജുനൂദ് എന്നുള്ള ഈ ഒരു ജുംലയെ ഹാലായിട്ടാണോ പരിഗണിക്കേണ്ടത്, അല്ല നായത്തായിട്ടാണോ പരിഗണിക്കേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അതിന്റെ തൊട്ട് മുമ്പുള്ള പദം അസാരിഖു എന്നുള്ള പദം എടുക്കുക. ആ സാരിഖു എന്നത് മൈരിഫയാണെങ്കിൽ മൈരിഫക്ക് ശേഷം വരുന്ന ജുംലയെ നമ്മൾ ഹാലായിട്ടാണ് പരിഗണിക്കേണ്ടത്. ഓക്കെ, ഇനി സാരിഖു എന്നുള്ളത് ഇവിടെ നെക്കിറയാണ്. സാരിഖുൻ അലിഫ്ലാം ഒന്നും ഇല്ലാത്ത നെക്കിറയാണെങ്കിൽ യഹ്രിസുഹുൽ ജുനൂദു എന്നത് നായത്തായിട്ടാണ് പരിഗണിക്കേണ്ടത്. ഓക്കെ, അപ്പൊ അത് ഒരു പൊതുവെയുള്ള തത്വമാണ്. അതുകൂടെ ഇവിടെ പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം ആ സാരിഖു എന്നത് അലിഫ്ലാം ഉള്ളതായതുകൊണ്ട് അതിന്റെ ഹാലാണ് ഇനി വരുന്നത് യഹ്രിസുഹുൽ ജുനൂദ് എന്നുള്ളത്. ഒരു ജുംല ഹാലായി വരുന്ന സമയത്ത് അതിൽ നിന്നും സ്വാഹിബ് ഹാലിലേക്ക് മടങ്ങുന്ന ലമീർ ഉണ്ടായിരിക്കണം എന്നുള്ള നിബന്ധനയാണ്. അതാണ് യഹ്രിസുഹു എന്ന ലമീർ വരാൻ കാരണം. ഇനി ഒന്നാമത്തെ നോക്കൂ, ദഹബസാരിഖു യഹ്രിസൂനൽ ജുനൂദു. ജുനൂദ് ജമ്മായതുകൊണ്ട് യഹ്രിസൂനെ ജമ്മാക്കേണ്ട ആവശ്യമില്ല. പിന്നെ ലമീർ ഇല്ലാത്ത പ്രശ്നമൊക്കെ ഉണ്ട് അവിടെ. ഓപ്ഷൻ സിയിലേക്ക് വരൂ. ദഹബസാരിഖു തഹ്രിസൂനൽ ജുനൂദു. തെറ്റാണ്. തഹ്രിസൂന ആവേണ്ട ആവശ്യമില്ല, ജമ്മാക്കേണ്ട ആവശ്യമില്ല, ലമീർ ഇല്ല. ഓപ്ഷൻ ഡിയിലേക്ക് വരൂ. ദഹബസാരിഖു തഹ്രിസുൽ ജുനൂദ. മോഷ്ടാവ് അദ്ദേഹം കാവൽ നിൽക്കുന്നു ജുനൂദ, സൈന്യത്തിന് എന്നുള്ള അങ്ങനെ ഒരു അർത്ഥം സങ്കല്പിക്കുകയാണെങ്കിൽ തന്നെ അതിൽ തെറ്റുണ്ട്. സാരിഖു എന്ന് പറഞ്ഞാൽ പിന്നെ തഹ്രിസു വരാൻ പാടില്ല, മുദക്കറായതുകൊണ്ട് യഹ്രിസു ആണ്. ഇനി അങ്ങനെ ഒരു അർത്ഥം അതിന് സങ്കല്പിക്കാൻ തന്നെയാണെങ്കിൽ പോലും സാധ്യമാവാത്തത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ദഹബസാരിഖു യഹ്രിസുഹുൽ ജുനൂദ് എന്നതാണ് ശരിയായ ഉത്തരം. കോമൺ ആയ നിയമം എന്താണ്? الجمل بعد النكرات صفات وبعد المعارف أحوال. ഇതാണ് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. الجمل بعد النكرات صفات وبعد المعارف أحوال. ഓക്കെ, അടുത്ത ചോദ്യം. നമ്മള് സമയം 1 മണിക്കൂറിന്റെ അടുത്താവാനായി, പെട്ടെന്ന് ഒന്ന് ഓടിച്ചു വിടാം. ഇഖ്തരിൽ ഇബാറത്തുൽ ഖാതിഅത നഹ്വിയ മിനൽ ആതിയ. താഴെയുള്ളതിൽ തെറ്റായ ഇബാറത്ത് പറയാനാണ്. ഓക്കെ, തെറ്റായത് പറയാനാണ്. ബാക്കിയുള്ള 3 ശരിയാണെന്ന് അതിന്റെ അർത്ഥം. അത് ക്വസ്റ്റ്യനിലെ ടൈറ്റിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ശരിയായതെന്ന് വിചാരിച്ചിട്ട് ആദ്യം കാണിക്കുമ്പോൾ തന്നെ അത് ശരിയായിരുന്നു, അപ്പൊ നമ്മൾ ടിക്കറ്റ് പോകുന്നു. അപ്പൊ അത് പലപ്പോഴും തെറ്റാറുള്ളതാണ്. അപ്പൊ അതിന് ശേഷമുള്ളതൊക്കെ ശരി തന്നെയാണ്. അപ്പൊ തെറ്റാണ് ചോദ്യത്തിൽ വന്നിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. ലാ യക്സിബു സിഖത്തൽ ജുംഹൂരി ഇല്ലൽ മുഖ്ലിസീന. ലാ യക്സിബു സിഖത്തൽ ജുംഹൂരി ഇല്ലൽ മുഖ്ലിസൂന. മാ സഹിബനി അഹദുൻ ഫി സഫരിക ഇല്ലാ വാലിദുക. ഓക്കെ, മാ സഹിബനി അഹദുൻ ഫി സഫരി. അവസാനത്തേത് ഇല്ലാ വാലിദക എന്ന് അവിടെ ഫത്ഹ് ഉണ്ട്. ആ ഫത്ഹ് നൽകാൻ വിട്ടതാണ് ഇല്ലാ വാലിദക. ഓക്കെ, ഓക്കെ, അപ്പൊ ഇതില് ശരിയല്ലാത്ത സെന്റൻസ് ഏതാണെന്നാണ് ചോദ്യം. ലാ യക്സിബു സിഖത്തൽ ജുംഹൂരി.
പൊതു സമൂഹത്തിന്റെ വിശ്വസ്തത സമ്പാദിക്കുകയില്ല ഇല്ലൽ മുഖ്ലിസൂന, ആത്മാർത്ഥതയുള്ളവരൊഴികെ. ആത്മാർത്ഥതയുള്ളവർക്ക് അതിന് സാധിക്കും. ഞാൻ ആദ്യം ഓപ്ഷൻ ബി ആണ് വായിക്കുന്നത്. ഇല്ലൽ മുഖ്ലിസൂന, ആത്മാർത്ഥതയുള്ളവർക്കല്ലാതെ പൊതുജനത്തിന്റെ വിശ്വസ്തത കൈപ്പറ്റാൻ സാധിക്കുകയില്ല. അപ്പോ ഇസ്തിസ്നാവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം, ലാ യക്സിബു, ഈ സ്റ്റേറ്റ്മെന്റ് ഇവിടെ ലാ യക്സിബു തിഖ്ഖത്തുൽ ജുംഹൂരി ഇല്ലൽ മുഖ്ലിസൂന എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ മുസ്തസ്ന മിൻഹു പറയപ്പെട്ടിട്ടില്ല. ആര് സമ്പാദിക്കുകയില്ല, ലാ യക്സിബു സമ്പാദിക്കുകയില്ല, തിഖ്ഖത്തുൽ ജുംഹൂരി പൊതു സമൂഹത്തിന്റെ വിശ്വസ്തത സമ്പാദിക്കുകയില്ല. ആര്? ഒരു പൊതുസേവകനും അല്ലെങ്കിൽ ഒരാളും. ഇതൊക്കെയാണ് ഒരു മുസ്തസ്ന മിൻഹു, ഇല്ലയുടെ മുമ്പ് പറയപ്പെടേണ്ട ഒരു വസ്തു. അതവിടെ പറയപ്പെട്ടിട്ടില്ല. അഹദുൻ എന്ന് പറഞ്ഞാൽ അത് മതിയായിരുന്നു. ഇല്ലൽ മുഖ്ലിസൂന, ആത്മാർത്ഥതയുള്ളവരൊഴികെ. അപ്പോ ഇവിടെ ഈ മുസ്തസ്ന മിൻഹു പറയപ്പെടാത്തത് കൊണ്ട് ഇസ്തിസ്ന മുഫറഖ് എന്നൊക്കെയാണ് പറയുന്നത്. അതിന്റെ ഒന്നും ആവശ്യമില്ല. അതൊന്നും ടെക്നിക്കൽ ടേം അല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മുസ്തസ്ന മിൻഹു പറയപ്പെടാത്തത് കൊണ്ട് തന്നെ ഇതിന് ഇറാബ് നൽകേണ്ടത് നേരെ ഈ ഇല്ലാത്തതുപോലെയാണ്. ലാ യക്സിബു തിഖ്ഖത്തുൽ ജുംഹൂരി അൽ മുഖ്ലിസൂന. ലാ യക്സിബു എന്നുള്ളതിന്റെ നേരെ ഫായിലായിട്ടാണ് മുഖ്ലിസൂന എന്നത് പരാമർശിക്കേണ്ടത്. ഇവിടെ മുസ്തസ്ന മിൻഹു പറയപ്പെടാത്തത് കൊണ്ട്, തിഖ്ഖത്തുൽ ജുംഹൂരി എന്നുള്ളതിന്റെ ശേഷം മുസ്തസ്ന മിൻഹു പറയപ്പെടാത്തത് കൊണ്ട് ഈ ഇല്ലാത്തതുപോലെ പരിഗണിച്ചുകൊണ്ട് ഇത് വായിച്ചാൽ മതി. ലാ യക്സിബു തിഖ്ഖത്തുൽ ജുംഹൂരി അൽ മുഖ്ലിസൂന എന്ന്. അപ്പോ അതാണ് അതിന്റെ ഇറാബ് നൽകേണ്ടത്. ഓക്കെ. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് ഇത് ശരിയായതാണ്. ലാ യക്സിബു തിഖ്ഖത്തുൽ ജുംഹൂരി ഇല്ലൽ മുഖ്ലിസൂന എന്നുള്ളത് ശരിയായ ഉത്തരമാണ്. അപ്പൊ അത് ശരി. പിന്നെ ഓപ്ഷൻ സി നോക്കൂ. മാ സഹിബനി അഹദുൻ ഫി സഫരി ഇല്ലാ വാലിദുക. എന്റെ കൂടെ യാത്രയിൽ ആരുമില്ലായിരുന്നു നിന്റെ പിതാവ് ഒഴികെ. ഇവിടെ അഹദുൻ എന്ന് മുസ്തസ്ന മിൻഹു പറയപ്പെട്ടിട്ടുണ്ട്. മുസ്തസ്ന മിൻഹു പറയപ്പെട്ടാൽ പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഈ ജുംല മൻഫിയാണോ മുസ്ബത്താണോ? മുസ്ബത്താണെങ്കിൽ അതിന്റെ അവസാനത്തിൽ നസ്ബ് മാത്രമേ പാടുള്ളൂ, ഫത്ഹ് മാത്രമേ പാടുള്ളൂ. അപ്പൊ സഹിബനി എന്ന് മാത്രമേ ഉള്ളൂ എന്ന് സങ്കല്പിച്ചോളൂ. അപ്പൊ മാ എന്നില്ല എങ്കിൽ സഹിബനി അൽ അസ്തിഖാഉ ഫി സഫരി ഇല്ല വാലിദക. അപ്പോൾ വാലിദക എന്ന് പറയുന്നത് നിർബന്ധമാണ്. പക്ഷെ ഇവിടെ മാ എന്നുള്ള നഫി ആണെങ്കിൽ രണ്ടും പറ്റും. ഇല്ല വാലിദുക എന്നും പറയാവുന്നതാണ്, ഇല്ല വാലിദക എന്ന് ഓപ്ഷൻ ഡിയിൽ കാണുന്ന പോലെയും പറയാവുന്നതാണ്. കാരണം ഒന്നുകൂടെ പറയുന്നു, ഇസ്തിസ്നാ ഉള്ള ഈ ഒരു സെന്റൻസിനകത്ത് മുസ്തസ്ന മിൻഹു പറയപ്പെട്ടു. അതോടുകൂടെ തന്നെ ഈ ഒരു ജുംല മൻഫിയായ ജുംലയാവുകയും ചെയ്തു. ആയതിനാൽ മുസ്തസ്നക്ക് നസ്ബ് നൽകാവുന്നതാണ്. എന്ന പോലെ തന്നെ മുസ്തസ്ന മിൻഹുവിന്റെ അതേ ഇഅ്റാബ് സഹിബനി അഹദുൻ എന്നുള്ള റഫ് അത് ഇച്ബാ എന്ന് പറയും, അത് തുടർത്തിക്കൊണ്ട് വാലിദുക എന്നും പറയാവുന്നതാണ്. ഓപ്ഷൻ ബിയിൽ മുസ്തസ്ന മിൻഹു പറയപ്പെടാത്തത് കൊണ്ട്, ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് ഇല്ലാത്തതുപോലെ നേരെ ഒറ്റ വായന ലാ യക്സിബു എന്നുള്ളതിന്റെ നേരെ ഫാഇൽ എന്നുള്ള രീതിയിൽ മുഖ്ലിസൂന എന്ന് പറയുന്നു. ഒന്നാമത്തെ ഓപ്ഷനിലാണ് തെറ്റ്. അതാണ് തെറ്റ് എന്ന് വെച്ചാൽ ഈ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ലാ യക്സിബു തിഖ്ഖത്തുൽ ജുംഹൂരി, പൊതുജനത്തിന്റെ വിശ്വസ്തത സമ്പാദിക്കുകയില്ല. ഇല്ലൽ മുഖ്ലിസീന എന്ന് പറയാൻ വകുപ്പില്ല. മുഖ്ലിസീന എന്ന് പറയാൻ വകുപ്പില്ല. കാരണം ഇവിടെ മുസ്തസ്ന മിൻഹു പറയപ്പെടാത്ത ഒരു സെന്റൻസ് ആണ്. ഇതിന്റെ മുസ്തസ്ന മിൻഹു പറയപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അത് ഇല്ലാത്തതുപോലെ നേരെ ചേർത്ത് വായിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ഇറാബാണോ ആ സെന്റൻസിൽ വയ്ക്കുന്നത് അതേ ഇറാബാണ് ഇല്ല ഉണ്ടാകുന്ന സമയത്തും നൽകേണ്ടത് എന്നതാണ് നിയമം. ഇതുമായി ബന്ധപ്പെട്ട സംശയമുണ്ടോ? അപ്പൊ ഇസ്തിസ്നാവിന്റെ ഒരു വിശാലമായ നിയമങ്ങൾ മുഴുവൻ ഒരു കൃത്യമായ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതിലെ ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കാൻ കഴിയുകയുള്ളൂ എന്ന്. ഇസ്തിസ്നാവുമായി ബന്ധപ്പെട്ടേ, ഹലോ പറഞ്ഞോളൂ സാർ. ലാസിയമന്റെ ഒരു ഇറാബ് എങ്ങനെ വരിക എന്നുള്ളതൊന്ന് സൂചിപ്പിക്കുമോ? ടെക്സ്റ്റിലൊന്നും അത് കണ്ടില്ല. ലാസിയമന്റെ നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ പറയാം. ഓക്കെ പറയാം. ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടോ ആർക്കെങ്കിലും? ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. മുസ്തസ്ന മിൻഹു ആയിട്ട് വന്നേക്കണ അഹദിൻ എന്നുള്ളതാണോ? അതെ. ഒരാളും എന്റെ കൂടെ ഉണ്ടായിരുന്നില്ല നിന്റെ പിതാവ് ഒഴികെ. അപ്പൊ ഒരാൾ എന്നുള്ളതിൽ നിന്നാണ് നമ്മൾ മാറ്റി നിർത്തുന്നത് നിന്റെ പിതാവിനെ. അതിനാണ് ഈ മുസ്തസ്ന മിൻഹു. എന്തിൽ നിന്നാണോ നിന്റെ പിതാവിനെ മാറ്റി നിർത്തുന്നത് അതാണ് മുസ്തസ്ന മിൻഹു. അപ്പൊ ചിലപ്പോൾ പറയുന്നത് എന്റെ കൂട്ടുകാരെല്ലാവരും വന്നു നിന്റെ പിതാവ് ഒഴികെ. അപ്പൊ അൽ അസ്തിഖാഉ എന്നുള്ളതാണ് മുസ്തസ്ന മിൻഹു. അപ്പൊ മുസ്തസ്ന മിൻഹു പറയപ്പെട്ടു.
അപ്പോൾ ഒരു ഇസ്തിസ്നാന്റെ ഒരു സെന്റൻസ് കിട്ടിയാൽ ആദ്യം ചെയ്യേണ്ടത് അതിൽ മുസ്തസ്ന മിൻഹു പറയപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. പറയപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ശ്രദ്ധിക്കേണ്ടത് ആ സെന്റൻസ് മുസ്ബത്തായ സെന്റൻസ് ആണോ മൻഫിയായ സെന്റൻസ്. മുസ്ബത്തായ സെന്റൻസ് ആണെങ്കിൽ പിന്നെ ഒന്നും ചിന്തിക്കാനില്ല, നേരെ നിസ്ബ് നൽകുക, വലിതക്ക. മൻഫിയായ സെന്റൻസ് ആണെന്നുണ്ടെങ്കിൽ രണ്ടും നൽകാം, നെസ്ബ് നൽകാവുന്നതാണ്, അതിൽ യാതൊരു തെറ്റുമില്ല. അതോടുകൂടെ തന്നെ മുസ്തസ്ന മിൻഹൂന് എന്ത് ഇറാബായിരുന്നോ അത് അതുപോലെ അപ്പടി ഇല്ലന്റെ ശേഷമുള്ള മുസ്തസ്നക്ക് നൽകാവുന്നു. പിന്നെ സർ, മുസ്തസ്ന പറയപ്പെടാത്ത ഒരു സെന്റൻസ് ആണെങ്കിൽ ആ ഇല്ലാത്തതുപോലെ എങ്ങനെയാണോ ആ സെന്റൻസ് പറയേണ്ടത് അപ്രകാരം പറയുക. ലാസിയമന്റെ ഒന്ന് പറഞ്ഞല്ലോ. ഓക്കെ, പറയാം. ഓക്കെ, സാറേ അവിടെ അഹദ് എന്ന് മുസ്തസ്നാബിന് പറഞ്ഞില്ല എങ്കിൽ അവിടെ എന്തെന്നാ ഇറാബ് വരിക? ഇല്ല കഴിഞ്ഞിട്ട് ലാ യക്സിബു മുസ്തസ്ന മിൻഹു ഇല്ലാതെ പറയുന്നത് നിങ്ങൾ ഓപ്ഷൻ ബി ആണോ ചോദിക്കുന്നത്? അല്ല ഞാൻ ഓപ്ഷൻ സി ആ സാർ ചോദിച്ചത്. ഓപ്ഷൻ സി ആണെങ്കിൽ അത് മുസ്തസ്ന മിൻഹു പറയപ്പെട്ടതാണ്. മാ സ്വഹിബനി, എന്റെ കൂടെ സഹവസിച്ചിട്ടില്ല, അഹദുൻ ഒരാളും, ഫി സഫരി എന്റെ യാത്രയിൽ, ഇല്ല വാലിദുക നിന്റെ പിതാവല്ലാതെ മറ്റാരും എന്റെ കൂടെ സഹവസിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ ഇപ്പൊ മുസ്തസ്ന മിൻഹു പറയപ്പെട്ടിട്ടുണ്ട്, അഹദുൻ എന്നുള്ളത് പറയപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോ അതില് ഇറാബ് ഇപ്പൊ വരുന്നത് ഒന്ന് നേരെ വാലിദക്ക എന്ന് മുസ്തസ്ന മിൻഹു പറയപ്പെട്ടത് കൊണ്ട് വാലിദക്ക എന്ന് നിസ്ബ് നൽകി പറയാം. പിന്നെ രണ്ടാമത്തെ ഒരു ഓപ്ഷന് അഹദുൻ എന്നുള്ളതിന് നമ്മൾ സ്വഹിബനി എന്നതിന്റെ ഫാഇൽ എന്നുള്ള രീതിയിൽ റഫ് ആണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ വാലിദുക്ക എന്നുള്ളതിനും റഫ് ആയിട്ട് നൽകാവുന്നതാണ്. ഓക്കെ, ലാസിയമയുടെ ഇറാബ് ലാസിയമന്റെ ശേഷമുള്ളതിനെ പരിഗണിച്ചിട്ടാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്. എന്ന് വെച്ചാൽ ലാസിയമിന്റെ ശേഷമുള്ളത് നെക്കിറയാണെങ്കിൽ, ലാസിയമയുടെ ശേഷമുള്ളത് നെക്കിറയാണെങ്കിൽ അവിടെ 3 ഓപ്ഷൻ പറ്റും. ആക്കിയിട്ട് പറയാം, വമ്മാക്കിയിട്ട് പറയാം, ജറാക്കിയിട്ട് പറയാം, 3 പറയാം. ലാസിയമ വലദിൻ എന്ന് 3 പറയാം. ലാസിയമിന്റെ ശേഷം മാരിഫയാണെന്നുണ്ടെങ്കിൽ അവിടെ റഫും പറ്റും, എന്ന പോലെ തന്നെ ജറും പറ്റും, നെസ്ബ് പാടില്ല. നെസ്ബ് പാടില്ല. ഓക്കെ, അപ്പൊ ലാസിയമിന് ശേഷമുള്ളത് മാരിഫയാണോ നെക്കറയാണോ എന്നുള്ളത് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു. നെക്കറയാണെങ്കിൽ പിന്നെ ഒന്നും ആലോചിക്കണ്ട, 3ഉം സാധ്യമാണ്, 3ഉം പോസിബിൾ ആണ്. മാരിഫയാണെന്നുണ്ടെങ്കിൽ നെസ്ബ് അല്ലാത്ത ജറും റഫും ശരിയാവും. ഓക്കെ സർ, ജസാക്കല്ലാഹ്. ഇനി ഇത് അവസാനത്തെ പേപ്പറിൽ ഉണ്ടായിരുന്ന ചോദ്യമാണ്. ഇയ്യാക്ക അനി വത്തജഹബി ഇല ഇതിപ്പോ എന്താണ്? വത്തജഹബി ഇല ദാരിൽ ഇമാറ ഫസ്തഅ്ദനൽ അഅറാബിയുൽ അമീറ. ഇത് നമ്മുടെ ഒരു പാരഗ്രാഫ് നൽകപ്പെട്ടിരുന്നു നമ്മുടെ ക്വസ്റ്റ്യനകത്ത്. ആ പാരഗ്രാഫിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, ഇയ്യാക്ക ആനി, നിന്നെ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇയ്യാക്ക ആനി, നിന്നെ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് അതിന് മുമ്പത്തെ ഒരു തുടർച്ചയുടെ ഭാഗമായിട്ട് വന്നതാണ്. പിന്നെ വത്തജഹബി, എന്നിട്ട് എന്നെ കൊണ്ടുപോയി ഇലാ ദാരിൽ ഇമാറത്തി, അമീറിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി, അല്ലെങ്കിൽ അവിടുത്തെ ഫസ്തഅ്ദനൽ അഅറാബിയുൽ അമീറ, അപ്പോൾ അഅറാബി അമീറിനോട് സമ്മതം ചോദിച്ചു. അപ്പോൾ കൊട്ടാരത്തിലേക്ക് എത്തിയ സമയത്ത് ഈ അഅറാബി അമീറിനോട് സമ്മതം തേടി എന്നതാണ്. അപ്പോൾ ഇവിടെ അഅറാബി എന്നുള്ളതിന്റെ ഇറാബ് എന്താണ്? സിമ്പിൾ ആണ്, ഫായിലാണ്. ഇസ്തഅ്ദന സമ്മതം തേടി, അൽ അഅറാബിയു അഅറാബി തേടി, അൽ അമീറ അമീറിനോട്. ഓക്കെ, അന്തുമ എന്നത് മിസാലുൻ ലി. ഓക്കെ, ചോദ്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അൺമ്യൂട്ട് ചെയ്യണം കേട്ടോ, അൺമ്യൂട്ട് ചെയ്യണം. അടുത്ത സംശയം ഉണ്ടാകുന്ന സമയത്ത് മ്യൂട്ട് ചെയ്യും. അന്തുമ എന്നത് മിസാലുൻ ലി ലമീർ, അത് ഏത് ടൈപ്പ് ഓഫ് ലമീറിന്റെ ഉദാഹരണമാണെന്നാണ്. ലമീർ മുൻഫസിലുണ്ട്, മുസ്തത്തിറുണ്ട്, മുത്തസിലുണ്ട്, ലമീർ മുത്തക്കല്ലിമൊക്കെ ഉണ്ട്. ലമീർ മുൻഫസിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് വേറിട്ട് നിൽക്കും. വേറിട്ട് നിൽക്കുക മീൻസ് അത് ഒറ്റയ്ക്ക് ഒരു പദമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഹുവ, അതൊരു ഒറ്റക്ക് പദമാണ്, അത് മറ്റൊന്നിനോട് ഒട്ടി നിൽക്കുന്നതല്ല എന്നർത്ഥം. പിന്നെ ഇയ്യാക്ക നഅ്ബുദു, ഇയ്യാക്ക മുൻഫസിലായ ലമീറാണ്. അന്തും അന്തുമ ഇതൊക്കെ മുൻഫസിലായ ലമീറാണ്. അപ്പോൾ ശരിയായ ഉത്തരം അന്തുമ എന്നുള്ളത് ലമീർ മുൻഫസിലാണ്, അത് വേറിട്ട് തനിച്ച് നിൽക്കുന്നുണ്ട്. ഒറ്റക്ക് അതിനൊരു എൻറ്റിറ്റി, അതിനൊരു നിലനിൽപ്പുണ്ട്.
മുസ്തത്തിർ എന്ന് പറയുമ്പോൾ ആ വസ്തു കാണുകയില്ല, തീരെ കാണാനില്ല. നമ്മൾ മുമ്പ് നേരത്തെ ഒരു ഉദാഹരണത്തിൽ കണ്ടല്ലോ, മംനൂഹുൻ ജായിസത്തൻ അൽ മുത്തഫവ്വിഖു ഫിൽ മുബാറസത്തി മംനൂഹുൻ ജായിസത്തൻ. ആ മംനൂഹ് എന്നുള്ളതിന്റെ ഉള്ളിൽ ഒരു ലംബീർ ഉണ്ട്, അത് പുറത്ത് കാണാനില്ല. അതവിടെ വല്ലതും കുഴിച്ചു നോക്കണം, എന്നാലേ കിട്ടുള്ളൂ. അതിനാണ് മുസ്തത്തിർ. മുത്തസിൽ എന്ന് പറയുന്ന സമയത്ത് ഒട്ടി നിൽക്കുന്നത്. ഒട്ടി നിൽക്കുക എന്ന് പറഞ്ഞാൽ അതവിടെ ഇങ്ങനെ ഒട്ടി നിൽക്കുന്നുണ്ട്, അതിന് ഒറ്റക്ക് നിൽക്കാൻ കഴിയില്ല. എന്തെങ്കിലും ഒരു വസ്തുവിനോട് ഒട്ടി നിൽക്കാനേ അത് സാധിക്കുള്ളൂ. ഹൂ ഹൂ എന്ന് കാണാം, കലമുഹു അവന്റെ പേന, അല്ലെങ്കിൽ കലമി. ആ ഹൂ എന്ന് ഒറ്റക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയോ? ഹൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് അർത്ഥമില്ല. അല്ലെങ്കിൽ കലമി എന്നുള്ളതിന്റെ യാ കലമുക്ക ക എന്ന് മാത്രം പറഞ്ഞാൽ അതിന് പ്രസക്തിയില്ല. അതാണ് ലമീർ മുത്തസിൽ എന്ന് പറയുന്നത്. ലമീർ മുത്തക്കല്ലിം എന്നുള്ളത് പിന്നെ നമ്മൾക്കറിയാം, അത് വേറൊരു കാറ്റഗറിയാണ്. ഗായിബ്, മുഖാത്തബ്, മുത്തക്കല്ലിം. ഗായിബ് പറഞ്ഞാൽ ഇവിടെ ഇല്ലാത്ത ആളെ സൂചിപ്പിക്കാനുള്ളത്. പിന്നെ മുഖാത്തബ് ഓ ആ ഇയാക്ക മുൻഫസിലാണ്, ഇയാക്ക മുൻഫസിലാണ് നിന്നെ. ഓക്കെ, ഇനി അടുത്തൊന്ന് മാ അജ്മലൽ ഖമറ ഫിൽ ലൈലി ഇൻ ലഹറ. ഓക്കെ, മാ അജ്മലൽ ഖമറ ഫിൽ ലൈലി ഇൻ ലഹറ. ഇവിടെ ക്വസ്റ്റ്യനിൽ ടൈപ്പ് ചെയ്ത് കൊടുത്ത് കുറച്ച് കാര്യങ്ങൾ വിട്ടുപോയതാണ്. അതായത് മാ അജ്മലൽ ഖമറ, ചന്ദ്രൻ എത്ര മനോഹരമാണ്, ഫില്ലയിൽ രാത്രിയിൽ ഇൻ ലഹറ, അത് പ്രത്യക്ഷപ്പെടുന്ന സമയത്ത്. ഇവിടെ ഖമർ എന്നുള്ളതിന്റെ ഇറാബ് എന്താണ് എന്നതായിരുന്നു ചോദ്യം. ഓക്കെ, ഖമറ എന്നതാണെന്നുണ്ടെങ്കിൽ മാ അജ്മലൽ ഖമറ. ഖമറ ഖമറ എന്നുള്ളതിന് നസ്ബാണ്. അത് അലിഫില്ലാതെ വരുന്ന സമയത്താണ് അത് കൂടുതൽ അതിന്റെ പ്രസക്തി ഉള്ളത്, ആ ചോദ്യത്തിന് പ്രസക്തി ഉള്ളത്. ഇനി അജ്മല എന്നുള്ളതിനും നസ്ബ് തന്നെയാണ്. മാ അഹ്സന സൈദൻ അല്ലെങ്കിൽ മാ അഹ്സനൽ വർദത്ത. അപ്പോ മാ അഫ്അല നമ്മൾ നേരത്തെ സൂചിപ്പിച്ച അത്ഭുതം കൂറാനുള്ള പ്രയോഗമാണ്, തഅജ്ജുബ് എന്ന് പറയും. മാ അഫ്അല ഡാഷ്, മാ അഫ്അല അൽ വർദത്ത നസ്ബ്. അപ്പൊ മാ അജ്മലൽ ഖമറ, മാ അഹ്സനൽ വർദത്ത, അതാണ് അതിന്റെ പാറ്റേൺ. അപ്പോൾ ആ ഖമർ എന്നുള്ളതിന്റെ ഇറാബ് എന്താണ്? നസ്ബാണ്. ഇനി അജ്മല എന്നുള്ളതിന്റെ ഇറാബ് എന്താണ്? അതും നസ്ബ് തന്നെയാണ്, മാ അജ്മലൽ ഖമറ. അടുത്ത ചോദ്യം, അൽ ആമിലൂന അൻജസുൽ മഷ്റൂഅ, ജോലിക്കാര് പദ്ധതി നിറവേറ്റി, പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്തു. അൽ ആമിലൂന ജോലിക്കാര്, അൻജസു അവര് പൂർത്തീകരിച്ചു അല്ലെങ്കിൽ നിറവേറ്റി, അൽ മഷ്റൂഅ പ്രൊജക്ട് അവര് നടപ്പിലാക്കി. ഇതിനെ ജുംല ഫെയിലിയാക്കുന്ന സമയത്ത് എങ്ങനെയാകും എന്നാണ്. ജുംല ഫെയിലിയാക്കുന്ന സമയത്ത് നേരെ നമുക്കിപ്പോ അല്ല അൻജസയെ തുടക്കത്തിലേക്ക് കൊണ്ടുവരണം. അപ്പൊ ആമിലൂന എന്നുള്ളത് കുറെ പേരുണ്ടായത് കൊണ്ട് അൻജസ് തുടക്കത്തിൽ വരുന്ന സമയത്ത് അൻജസു നാവാണ്ടതില്ല, അൻജസ മാത്രം മതി. ഫീല് തുടക്കത്തിൽ വരുന്ന സമയത്ത് അതിനെ ജംഒ മുസന്നയോ ആക്കേണ്ടതില്ല. അപ്പൊ അൻജസ മതി. ഓപ്ഷൻ ഡി, അൻജസൽ ആമിലൂന അൽ മഷ്റൂഅ. പിന്നെ ആമിലൂന എന്നാണ് വേണ്ടത്, കാരണം ഫായിലാണല്ലോ. ഓപ്ഷൻ സിയിലുള്ള തെറ്റ് ആമിലീന എന്നായിരുന്നു തെറ്റ്. ഓപ്ഷൻ ബിയിൽ അൻജസു ഒയലും അൻജസു എന്നുള്ള തെറ്റുണ്ട്. ഓക്കെ, ഈ ഇസ്മുൽ ഇഷാറക്ക് അലിഫ് ലാം കൊടുത്തൂടെ? ഇസ്മു ഇഷാറക്ക് അലിഫ് ലാം കൊടുക്കൂല. ഹാദ എന്നുള്ളത് അൽ ഹാദ എന്ന് പറയൂല. ദാലിക എന്നുള്ളത് അത് ദാലിക എന്ന് പറയൂല. കാരണം ഇസ്മു ഇഷാറ അത് ഓൾറെഡി മാരിഫാണ്. മാരിഫ നേരത്തെ മാരിഫാണ് ഇസ്മു ഇഷാറ. പിന്നെ അത് ഇനി മാരിഫ ആക്കാൻ വേണ്ടിട്ട് അലിഫ് ലാം കൊടുക്കാൻ പാടില്ല. ഓക്കെ, തഹ്സീലുൽ ഹാസിലി മുഹാലുൻ എന്നാണ് പറയാ. തഹ്സീലുൽ ഹാസിലി നേരത്തെ ലഭ്യമായതിനെ വീണ്ടും ഇനി മാരിഫാക്കാൻ പറ്റുമോ? ഇല്ല, ഒരട്ടം മാരിഫാവുള്ളൂ. ഇദാ കാനൽ ഫായിലു ജംഅ മുഅന്നസിൻ സാലിമൻ, ഫായില് ജമു മുഅന്നസ് സാലിം ആണെങ്കിൽ, എന്നുവെച്ചാൽ ഒരു ജമു മുഅന്നസ് സാലിം മുസ്ലിമാത്ത്, അതാണ് ജമു മുഅന്നസ് സാലിം, അത് ഫായിലായി വന്നാൽ അതിന് റഫ് ലഭിക്കൽ എന്തുകൊണ്ടാണ്? റഫ് ലഭിക്കൽ പതിവ് പോലെ ലൊമ്മു കൊണ്ടാണ്. ജാഅത് അൽ മുസ്ലിമാത്തു, അപ്പോ ലൊമ്മു കൊണ്ട് തന്നെയാണ്, അലിഫല്ല. അലിഫൊക്കെ റഫ് ലഭിക്കും മുസന്നയാണെങ്കിൽ. മുസന്നയാണെങ്കിൽ അലിഫ് കൊണ്ട് റഫ്. ജാഅ അൽ മുസ്ലിമാനി അല്ലെങ്കിൽ ജാ അൽ വലദാനി. വാവ് കൊണ്ട് റഫ് ഇട്ട ജമ്മു മുദക്കർ സാലിമിനായിരുന്നു, ജാഅ അൽ ആമിലൂന. ആദ്യം മുതൽ ഒന്നും കൂടി പറഞ്ഞാൽ. ഈ ചോദ്യവുമായി ബന്ധപ്പെട്ടല്ലേ? അതായത്
മുഅന്നസാലിമിനെ കുറിച്ചാണ് ചോദ്യം. ജമു മുഅന്നസാലിം എന്ന് പറഞ്ഞാൽ ത്വാലിബത്ത് വിദ്യാർത്ഥിനി, ത്വാലിബാത്തുൻ, അതിനാണ് ജമു മുഅന്നസാലിം എന്ന് പറയാം. ത്വാലിബാത്തുൻ ത്വാലിബാത്തുൻ എന്നുള്ളതിന് റഫ് ലഭിക്കല് സാധാ ലൊമ്മ്, പിന്നെ അതിന് കെസ്റ് ലഭിക്കല് സാധാ പോലെ കെസ്റ്. നമ്മളിപ്പോ ബാക്കിയുള്ള പദങ്ങൾക്കൊക്കെ ഫായിലായ ലൊമ്മ കൊടുക്കും, അതുപോലെ തന്നെ ജമു മുഅന്നസാലിമിന് ലൊമ്മ കൊടുക്കും, കെസ്റാകുമ്പോൾ കെസ്റ് കൊടുക്കും. അതിന് ആകെ മാറ്റേണ്ടത് ഫത്ഹ്. ഫത്ഹിന് പകരം കെസ്റാണ് നൽകുന്നത്. റഅയ്തു ഞാൻ കണ്ടു, അത്വാലിബാത്ത എന്നല്ല, ത്വാലിബാത്തി എന്നാണ്. ജമു മുഅന്നസ് സാലിമില് ആ ഒരു മാറ്റേ ഉള്ളൂ. നമ്മൾ കൺഫ്യൂഷൻ ആക്കിപ്പിക്കുകയാണ്. ജമു മുദക്കർ സാലിം ആണെങ്കിൽ വാവ് കൊണ്ടായിരുന്നു റഫ്, ജമു മുദക്കർ സാലിം ആണെങ്കിൽ. പക്ഷെ ഇവിടെ മുഅന്നസ് സാലിം. പിന്നെ അലിഫോണ്ട് റഫ് ഇട്ടുന്ന പദമാണ് മുസന്ന. മുസന്ന പറഞ്ഞാൽ രണ്ടാളുകളാണെങ്കിൽ അലിഫോണ്ടാണ് അതിന് റഫ്. യാവുകൊണ്ട് പിന്നെ റഫ് ഇട്ടേണ്ട ഒരു വസ്തു ഇല്ല. ഓക്കെ, ചുരുക്കി പറഞ്ഞാല് ലൊമ്മ കൊണ്ടാണ് ജമു മുഅന്നസ് സാലിമിന് റഫ് ലഭിക്കുന്നത്. ജമു മുഅന്നസ് സാലിമിന് റഫ് ലഭിക്കുന്നത് ബാക്കി പദങ്ങളെ പോലെ ലൊമ്മ കൊണ്ട് തന്നെ, കെസ്റ് ലഭിക്കുന്നത് ബാക്കി പദങ്ങളെ പോലെ കെസ്റ് കൊണ്ട് തന്നെയാണ്. ഫത്ഹിന് പകരം കെസ്റാണ് വരുന്നത് എന്ന ഒരു മാറ്റാണ് അതിലുള്ളത്. ഓക്കെ, പോവാം. ഈ മുസന്ന മുദക്കർ വരുമ്പോ എങ്ങനെയാണത്? അലിഫ് കൊണ്ട് റഫോ അല്ലേ? ആ മുസന്ന മുദക്കർ വരുമ്പോ അലിഫ് കൊണ്ടാണ് റഫ്. അതെ, യാ കൊണ്ട് ജറും പിന്നെ ജറും. യാ കൊണ്ട് തന്നെ നസ്ബും. അതെ. ഫിൽ മദ്രസത്തി സ്കൂളിലെ ഗുർഫ അത്ര മുറികളുണ്ട് എന്നതാണ് ചോദ്യം. ഫിൽ മദ്രസത്തി ഡാഷ് ഗുർഫ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഉത്തരം ഫിൽ മദ്രസത്തി ഗുർഫത്ത് 1 മുതൽ 11 മുഴുവൻ ചോദ്യം. 11ഉം 12ന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് മുദക്കറാണെങ്കിൽ അത് രണ്ടും മുദക്കറായിട്ടാണ് വരും. അഹദാശറ കൗക്കബൻ, കൗക്കബ് മുദക്കറാണ്. അപ്പൊ അഹദി മുദക്കറായി, ആശരി മുദക്കറായി. മുഅന്നത്ത് ആണെങ്കിൽ രണ്ടും മുഅന്നത്ത് ആയിട്ടാണ് വരും. ഇഹ്ദാഅശറത ഗുർഫത്തൻ. ഓക്കെ, 1 മുദക്കർ 1 മുഅന്നസ്, ആ പരിപാടി 11നും 12നും ഇല്ല. ഇഹ്ദാഅശറ ഇവിടെ ഇഹ്ദ മുഅന്നസാണ്, ആശറ മുദക്കറ. ഓപ്ഷൻ ഡിയില് അഹദ മുദക്കറാണ്, ആശറത്ത മുഅന്നസ് ആണ്. അങ്ങനെ വരില്ല. 11നും 12നും ശേഷം വരുന്ന അതത് മുദക്കറാണെങ്കിൽ 11ന്റെ ഈ 2 പോർഷനും അഹദയും ആശറയും മുദക്കർ. മുഅന്നസ് ആണ്, ഗുർഫത്ത് മുഅന്നസ് ആയതുകൊണ്ട് ഇഹ്ദാ അശറത്ത 2 മുഅന്നസ്. ഇതാണ് 11ന്റെയും 12ന്റെയും നിയമം. എന്നാൽ 13 മുതൽ അങ്ങോട്ട് 19 വരെ മാറും. 13 മുതൽ 19 വരെ ഒന്ന് മുദക്കറും മറ്റൊന്ന് മുഅന്നസുമായിട്ട് ആണ് മാറ്റം വരിക. ഓക്കെ, അപ്പോ അത് നിങ്ങൾക്കറിയാം. അതിന്റെ ഫസ്റ്റ് പോർഷന് അതതിന് എതിരായിരിക്കും. ഓർഫത്ത് എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് സലാസത്ത് എന്ന് എടുക്കാം, 3 മുറികളാണ്. അപ്പോ ഓർഫത്തൻ എന്നാണെന്നുണ്ടെങ്കിൽ സലാത്ത്, അത് മുദക്കറായി ആദ്യത്തെ പോർഷൻ. പിന്നെ സലാസ അശറത്ത, അഷറത്ത്, അവിടെ അഷറത്ത് എന്നാണ് വരിക. ഓക്കെ, കാരണം ഉർഫത്ത് എന്നുള്ളത് മുഅന്നസ് ആയതുകൊണ്ട് രണ്ടാമത്തെ പോർഷന് അതിനോട് യോജിച്ചിട്ടും ഒന്നാമത്തെ പോർഷൻ അതിന്റെ വിപരീതവുമായിട്ട് 13 മുതൽ 19 വരെയുള്ളതിന്റെ നിയമമാണ്. ഓക്കെ, അത് ഈ ചോദ്യവുമായി ബന്ധപ്പെട്ടതല്ല. ഈ ചോദ്യത്തിൽ 11ഉം 11ആണ്. 11നും 12നും നിയമം അതത് മുദക്കറാണെങ്കിൽ 11ന്റെ 2 ഭാഗവും അഹദയും ആശറയും മുദക്കർ. അതത് മുഅന്നസ് ആണെങ്കിൽ 11ന്റെ 2 ഭാഗവും മുഅന്നസായിട്ട്. ഓക്കെ, ഓപ്ഷൻ എ വരൂല. ഇല്ലേ, കാരണം ഉർഫത്ത് മുഅന്നസ് അല്ലേ. ഉർഫത്ത് മുഅന്നസ് ആയതുകൊണ്ട് അഹദാശറ പാടില്ല. അഹദ എന്നുള്ളത് മുദക്കറാണ്, അതിന്റെ മുഅന്നസ് ആണ് ഇഹ്ദ. അശറ എന്നുള്ളത് മുദക്കറാണ്, അതിന്റെ മുഅന്നസ് ആണ് അശറത്ത. ഉർഫത്ത് മുഅന്നസ് ആയതുകൊണ്ട് ഇഹ്ദ എന്നതും മുഅന്നസ് ആകണം, അശറത്ത എന്നുള്ളതും മുഅന്നസ് ആകണം. അപ്പോൾ ഫിൽ മദ്രസത്തി ഇഹ്ദാ അശറത ഗുർഫത്തൻ എന്നാണ് പറയേണ്ടത്. ഇനി അവിടെ മുദക്കറായ വല്ല വസ്തു ആയിരുന്നെങ്കിൽ കൗക്കബ് അല്ലെങ്കിൽ സൊഫ് ക്ലാസ് മുറി, സൊഫ്, അങ്ങനെയാണെങ്കിൽ അഹദ അശറ സൊഫൻ എന്നാണ് പറയുക. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. 11ഉം 12നും പ്രത്യേക നിയമമാണ്. അതത് എന്താണോ അതിനോട് യോജിച്ചിട്ടാണ് 11ന്റെ 2 ഭാഗവും വരേണ്ടത്. 11ന് 2 ഭാഗം ഉണ്ടല്ലോ, അഹദും അശറും ഉണ്ടല്ലോ, അത് 2 പേര്. ഓക്കെ, പോകാം. അൽ ഹാലു, ഹാൽ എന്ന് പറഞ്ഞാല് ഓക്കെ, ഇത് പെട്ടെന്നുള്ളതാണ്. ഇസ്മുൻ യദുല്ലു അല, ഹാല് എന്ന് പറഞ്ഞാല് ആ പ്രവർത്തനം നടക്കുന്ന സമയത്ത് അവിടുത്തെ അവസ്ഥ വിശദീകരിക്കുന്നതിനെയാണ് ഹാൽ എന്ന് പറയാം. അല്ലദീ ഫഅല പ്രവർത്തനം ചെയ്ത ആളല്ല, അല്ലദീ വഖഅ അലൈഹിൽ ഫീലു, ആരുടെ മേലാണ് പ്രവർത്തനം സംഭവിച്ചത് അതുമല്ല,
അസ്സമനുല്ലദി വഖഅ ഫീഹിൽ ഫീലു, പ്രവർത്തനം സംബന്ധിച്ച സമയവുമല്ല, ഹൈഅത്തു സ്വാഹിബിഹി, അദ്ദേഹത്തിന്റെ രൂപം, വഖത ഹുദൂസിൽ ഫീലി, ആ പ്രവർത്തനം സംഭവിച്ച സമയത്ത്. അതാണ് ശരിയായത്. ഡാഷ് തുൻസബു വ തുജറു ബിഹദ്ഫി നൂനി, നൂനിനെ കളഞ്ഞിട്ട് നസ്ബും ജറും നൽകുന്ന വിഭാഗം ഏതാണ്? അതിന് ജറ് ലഭിക്കും, സോറി, തുൻസബു വ തുജ്സമു എന്നാണ് വേണ്ടത്, തുജറു എന്നല്ല. ക്വസ്റ്റ്യനില് തുൻസബു നസ്ബ് ലഭിക്കും, വ തുജ്സമു ജസ്മും ലഭിക്കുന്നത് ബിഹദ്ഫി നൂനി, നൂനിനെ കളഞ്ഞിട്ടാണ്. അത് അൽ അഫ്ആലുൽ ഖംസ, അൽ അഫ്ആലുൽ ഖംസ എന്നതാണ് ശരിയായത്. അഫ്ആലുൽ ഖംസ നമുക്കറിയാം, ഫീൽ മുളാരിയിലെ അവസാനത്തിൽ അലിഫും നൂനോ വാവും നൂനോ യാവും നൂനോ വരുന്ന ഭാഗം. യഫ്അലാനി, തഫ്അലാനി, യഫ്അലൂന, തഫ്അലൂന, തഫ്അലീന, ഈ 5 പദങ്ങൾക്കാണ് അഫ്അൽ ഖംസ എന്ന് പറയുന്നത്. ഓക്കെ, യഫ്അലാനി തഫ്അലാനി, യഫ്അലൂന തഫ്അലൂന, തഫ്അലീന, ഈ 5 പദങ്ങൾ, ഇതിനാണ് അഫ്അൽ ഖംസ. ഈ അഫ്അൽ ഖംസക്ക് നസ്ബ് നൽകുന്നത്, നസ്ബ് വരാറ് അതിനു മുമ്പ് ലെന്ന് വന്നാൽ അതിന് നസ്ബ് വെക്കണം. അപ്പൊ ലൻ യഫ്അല, നൂനിനെ കളഞ്ഞു. ഇനി ജസ്മ്, ജറല്ല കേട്ടോ, ജസ്മ്, ജറ് എന്നുള്ളത് ഫീലിൽ പോസിബിൾ അല്ല, ജസ്മാണ്. ജസ്മ് ലഭിക്കുന്നതും നൂനിനെ കളഞ്ഞിട്ടാണ്. ലം, ലം, നേരത്തെ നമ്മൾ പറഞ്ഞിരുന്ന ഉദാഹരണങ്ങളൊക്കെ, ലം തഫ്അലി, ലം തഫ്അല, ലം തഫ്അലു, അവസാനത്തെ നൂനിനാണ് കളയുക എന്നുള്ളതാണ് ജസ്മ് ചെയ്യാനുള്ള രീതി. സംശയം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിച്ചു പോവാ. അയ്യൽ കലിമാത്തിൽ ആത്തിയതി കുല്ലുഹ നക്റാത്തുൻ, ഓരോ ഓപ്ഷനിലും 3 പദങ്ങളുണ്ട്. അതിൽ മുഴുവനായിട്ടും നെക്കറയായിട്ടുള്ള പദങ്ങൾ ഏതൊക്കെയാണ്? നെക്കറയാണെന്ന് ചോദിച്ചത്. നജ്ദ് എന്നുള്ളത് ഒരു സ്ഥലത്തിന്റെ പേരായതുകൊണ്ട് മൈരിഫാണല്ലോ, അപ്പൊ അത് നെക്കറല്ല, പിന്നെ ആ ഓപ്ഷന് ആലോചിക്കേണ്ടതില്ല. ഓക്കെ, ഫബുൽ വലതൊക്കെ അതുപോലെ തന്നെ അതൊക്കെ മൈരിഫയാണ്, മൈരിഫയിലേക്ക് ഇളാഫ് ചെയ്യപ്പെട്ട അത് മൈരിഫ. ഷംസ് എന്നത് നെക്കറയാണ്, പക്ഷെ അല്ലദി എന്നുള്ളത് മൈരിഫയാണ്, അല്ലദി ഇസ്മ മൗസൂൽ മൈരിഫയാണ്. ബദർ, ഖമർ, ഹിലാല്, ഓക്കെ, അത് മുഴുവനും നെക്കറയാണ്. ബദർ, ഖമർ, ഹിലാൽ എന്നത് മുഴുവനും ആലിം, അല്ലെങ്കിൽ ആലിം പണ്ഡിതൻ, ഹിയ എന്ന് പറഞ്ഞാൽ അവൾ, അത് മൈരിഫയാണ്, അറജുലു മൈരിഫയാണ്. മുഴുവനും നെക്കറയായിട്ടുള്ളത് ബദർ, ഖമർ, ഹിലാലാണ്. ഓക്കെ, നേരത്തെ വന്നതുപോലത്തെ ഒരു ചോദ്യം, ഇന്ന ഡാഷ് അൽ വലദൈനി, ഈ 2 കുട്ടികൾ ദാരിസാനി പഠിക്കുന്നവരാണ് എന്നതാണല്ലോ. ഇന്ന ഹാദൈനി, ഇന്ന വന്നാൽ പിന്നെ ഇവിടെ 2 കുട്ടികളെ കുറിച്ചാണ് പറയുന്നത്. വലദൈനി ഉണ്ട്, അതുകൊണ്ട് ഹാദാന്ന് പാടില്ല, ഹാദാനി എന്ന് പാടില്ല, കാരണം ഇന്നതിന് ശേഷം പിന്നെ ഹാദൈനിയാണ് വരുന്നത്. ഹാത്താനി പാടില്ല, കാരണം ഇവിടെ ആൺകുട്ടികളെ കുറിച്ചാണ് സംസാരം. അപ്പൊ ഇന്ന ഹാദൈനിൽ വലദൈനി, ഈ 2 കുട്ടികൾ ദാരിസാനി പഠിക്കുന്നവരാണ്. ഇത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ 2 രീതിയിൽ വായിക്കാം. ഒന്ന്, ഇന്ന ഹാദൈനിൽ വലദൈനി, ഈ 2 കുട്ടികൾ ദാരിസാനി പഠിക്കുന്നവരാണ്. ഓക്കെ, ഇനി വേണമെങ്കിൽ നമ്മൾ ഓപ്ഷനിലൊന്നും ഇല്ലാത്തതാണ് ഇന്ന ഹാദാനി, ഇന്ന ഹാദൈനി, ഇന്ന ശേഷം ഹാദൈനി, സോറി, ഇന്ന ഹാദൈനി, നിശ്ചയം ഇവർ 2 പേരും വലദാനി ദാരിസാനി പഠിക്കുന്ന കുട്ടികളാണ്. ഇന്ന ഹാദൈനി വലദാനി ദാരിസാനി, അങ്ങനെയും വരാം. ഓക്കെ, നമ്മൾ ഓപ്ഷനിൽ തന്നിട്ടുള്ളത് സംശയമൊന്നും വകുപ്പില്ലാത്ത രീതിയിൽ ഇന്നന്റെ ശേഷം പിന്നെ ഹാദൈനി എന്നുള്ളത് വരുന്നതിൽ പ്രത്യേകിച്ച് തർക്കമില്ല. അപ്പൊ എപ്പോഴാണ് വലദാനി എന്നും വരിക, എപ്പോഴാണ് വലദൈനി വരിക? ഹാദൈനി വലദാനി എന്ന് എപ്പോഴാണ് വരിക? ഹാദൈനി വലദൈനി, അതെങ്ങനെ എപ്പോഴും മറ്റ് വ്യത്യാസം വരും? അതായത് ഇപ്പോ നമുക്ക് വലദൈനി ദാരിസാനി എന്നില്ല എന്ന് സങ്കല്പിക്കും. അപ്പോ ഇന്ന ഹാദൈനി, ഇവർ 2 പേരും വലദാനി 2 കുട്ടികളാണ്, കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ ആ വലദാനി എന്നുള്ളതിന്, അപ്പോ ഇന്ന, തീർച്ചയായും ഇന്നയുടെ ഇസ്മ, ഹാദൈനി, ഇവർ 2 പേരും വലദാനി 2 കുട്ടികളാണ്. ആ 2 കുട്ടികളാണെന്നുള്ളത് നിങ്ങൾക്ക് എന്ത് വിശേഷണം കൊടുക്കട്ടോ. അപ്പൊ അതിലൊരു വിശേഷണം കൊടുത്തു, ദാരിസാനി പഠിക്കുന്ന കുട്ടികളാണ്. അപ്പൊ ഇത് വന്നത് ഇന്ന ഹാദൈനി, ഇവർ 2 പേരും വലദാനി ദാരിസാനി പഠിപ്പുള്ള കുട്ടികളാണ്. ഓക്കെ, അപ്പൊ വലദാനി എന്നുള്ളതിനാണ് നമ്മളിപ്പോ വിശേഷണം കൊടുത്തത്. വലദൈനി എന്നുള്ളത് മുദാഫിൽ ആയിരണോ എന്നുള്ളത്? അല്ലല്ല, വലദാനി എന്നുള്ളതിനാണ് നമ്മൾ വിശേഷണം കൊടുത്തത്, വലദാനി ദാരിസാനി. ഓക്കെ, അത് ഒരു രീതി. ഓപ്ഷൻസിൽ വന്നിട്ടുള്ള വലദൈനി, അൽ വലദൈനി എന്നുള്ളത് മുദാഫിൽ ആയിരണോ? മുദാഫിലയല്ല, അതാ ഞാൻ പറയുന്നത്. ഇനി മാഡം ചോദിച്ചതിന്റെ ബാക്കി ഇനി ഇന്ന ഹാദൈനി, ഇന്ന എന്ന് വെച്ചു.
ഹാദൈനി ഇവർ രണ്ടുപേരും. ഇനിയിപ്പോ നിങ്ങൾക്ക് ഈ ഹാദൈനി ഈ ഇവർ രണ്ടുപേരും എന്നുള്ളതിനാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിശേഷണോ ബദലോ ഒക്കെ കൊടുക്കേണ്ടത്. അവിടെ തന്നെ കൊടുക്കാം. എങ്ങനെ ഒന്നും കൂടി പറയാം. ഇന്ന ഹാദൈനി ഇവർ രണ്ടുപേരും ദാരിസാനി പഠിക്കുന്നവരാണ്. ഇന്ന ഹാദൈനി ഇവർ രണ്ടുപേരും ദാരിസാനി പഠിക്കുന്നവരാണ്. സെന്റൻസ് തീർന്നു. ഇവിടെ ഇനിയിപ്പോ ഈ ഹാദൈനിയോട് കൂടെയാണ് എനിക്ക് എന്തെങ്കിലും ഒരു വിശേഷണം അല്ലെങ്കിൽ ബദൽ കൊടുക്കേണ്ടത്. അപ്പൊ ഞാൻ പറയാണ് ഇന്ന ഹാദൈനിൽ വലതൈനി, ഈ രണ്ട് കുട്ടികൾ ദാരിസാനി പഠിക്കുന്നവരാണ്. അപ്പൊ ഈ ഹാദൈനി എന്നതിന്റെ ബദലായിട്ടാണ് വലതൈനി എന്ന് വന്നത്. ഓക്കെ. അപ്പൊ അപ്പൊ അതുകൊണ്ട് തന്നെ അല്ല് ചേർന്നോണ്ടാണ് അല്ല് ചേർന്ന്. അതെ, അല്ല് ചേർത്തത് ഹാദൈനി എന്നുള്ളത് ഹാദാന്ന് നമ്മൾ പറഞ്ഞു ഇസ്മു ഇഷാറ മാരിഫയാണ്. ഇസ്മു ഇഷാറ മാരിഫ ആകുമ്പോൾ അതിന്റെ വിശേഷണമായി വരുന്നത് മാരിഫ ആവണം. അപ്പൊ അതുകൊണ്ട് ഇന്ന ഹാദൈനിൽ വലതൈനി, ഹാദൈനി വലതൈനി എന്ന് അലിഫ്ലാം ഇല്ലാതെ പറഞ്ഞാൽ തെറ്റാണ്. അപ്പോ ഇന്ന ഹാദൈനിൽ വലതൈനി, ഹാദൈനി മാരിഫയാണ്, അതുകൊണ്ട് മാരിഫ ആവാൻ വേണ്ടിയിട്ടാണ് അൽ വലതൈനി. ഹാദൈനി എന്നുള്ളത് ഇന്നന്റെ ശേഷം ആയതുകൊണ്ട് നെസ്ബാണ്, അതുകൊണ്ട് അൽ വലതൈനി എന്നുള്ളതിന് യാവ് കൊടുത്ത് പറഞ്ഞു, വലതാനി പറഞ്ഞാൽ പോരാ. ഓക്കെ. ഇന്ന ഹാദൈനിൽ വലതൈനി ദാരിസാനി, ഇതാണ് ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അപ്പൊ ഈ രീതിയിലുള്ള സെന്റൻസ് രണ്ട് രീതിയിൽ പറയാവുന്നതാണ്. അത് ചിലപ്പോൾ ഏതെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ടാണ് ചോദ്യങ്ങൾ വരാറുള്ളത്. അത് രണ്ടും രണ്ട് രീതിയിൽ തന്നെ മനസ്സിലാക്കി പഠിക്കും. ഇക്രഹുന്നാസു ജനങ്ങൾ വെറുക്കുന്നു അൽ ബാഗി അക്രമം പ്രവർത്തിക്കുന്നവനെ. അപ്പൊ ഇവിടെ അൽ ബാഗിയ എന്ന് ആണ് പറയേണ്ടത്. അൽ ബാഗി എന്നുള്ളത് നമ്മൾ പറയാം അതിനെ മങ്കൂസായ പദം എന്നാണ് പറയാം. മങ്കൂസായ പദം എന്ന് പറഞ്ഞാൽ അവസാനം യാ വരുന്ന പദത്തിന് ബാഗി, അവസാനം യാ വരുന്ന പദത്തിനാണ് ബാഗി. അപ്പൊ അതിനെ നസ്ബിന്റെ സാഹചര്യത്തിൽ ആ യാഇനെ ഉച്ചരിച്ചുകൊണ്ട് വെളിവാക്കിയിട്ട് അൽ ബാഗി എന്ന് പറഞ്ഞാൽ പോരാ. ഖാലി എന്ന് പറഞ്ഞാൽ പോരാ. യക്രഹു യുഹിബു നാസ്, ആളുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഖാലിയെ അൽ ഖാലി എന്ന് പറഞ്ഞാൽ പോരാ, അൽ ഖാലിയ എന്ന് പറയണം. അത് ഫത്ഹ് ലാഹിറായ ഫത്ഹ് ആണ് അവിടുത്തെ നിസ്ബിന്റെ അടിയാളം. അപ്പൊ അൽ ബാഗിയ. ഓക്കെ. അൽ ബാഗിയു എന്നുള്ളത് ഏതായാലും തെറ്റാണ്, കാരണം മഫ്ഊലാവുന്ന സമയത്ത് ലമ്മു വരൂല. അൽ ബാഗി എന്നാണ് സുക്കൂനാക്കി പറഞ്ഞാലും പാടില്ല. അൽ ബാഗി എന്ന് കളി പറയാൻ പാടില്ല. ആ യാഇന്റെ മേൽ വെളിവാകണം ഫത്ഹ്. ഇതാണ് ശരിയായ ഉത്തരം. യക്റഹുന്നാസുൽ ബാഗിയ. യുഹിബ്ബുൻ നാസുൽ ഖാലിയ. ഇന്നൽ ഖാലി ജദീദുൻ, ഖാലി പുതിയ ആളാണ്. തെറ്റാണ്. ഇന്നൽ ഖാലിയ ജദീദുൻ, ഇന്നന്റെ ശേഷം ഖാലി വരുന്ന സമയത്ത് ആ ഖാലി എന്നുള്ളത് നസ്ബ് ഫത്ഹ് വ്യക്തമായിട്ടുണ്ട്. സർ ഇവിടെ ആ. പിന്നെ നമ്മള് മങ്കൂസ് മംദൂദ് ഈ ഇസ്മുകൾ ഉണ്ടല്ലോ, ഇവക്ക് വരുന്ന പൊതുവായൊരു ഇറാബ് ഒന്ന് ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കുമോ? ഈ മൂന്ന് ഇസ്മുകൾക്കും വരുന്ന ഇറാബുകൾ. ഹലോ, ക്ലാസ് കഴിഞ്ഞു. എന്തോ എറർ സംഭവിച്ചിട്ടുണ്ടോ തോന്നുന്നുണ്ട്. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ. ഇപ്പൊ കേൾക്കുന്നുണ്ട്. കേൾക്കാം സാർ, കേൾക്കാം. ഓക്കെ 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 ഓക്കെ. മഖ്സൂറായി ഇസ്മാവുന്ന സമയത്ത് അതിന്റെ റഫും നസ്ബും ജറും മുഴുവനും മുഖദ്ദറാണ്. അപ്പോ ഹാദ ഹസൻ, അവിടെ ലമ്മ് തഖ്ദീറിലാണ്. റഅയ്തു ഹസൻ, മറർതു ബി ഹസൻ, മുഴുവനും തഖ്ദീറിലാണ്. ഇസ്മ മഖ്സൂർ ആകുന്ന സമയത്ത് മുഴുവനും തഖ്ദീർ. അപ്പൊ അലിഫിന്റെ മുകളിൽ ലമ്മിനെ നമ്മൾ സങ്കല്പിച്ചു കൊടുക്കുന്ന പ്രത്യക്ഷത്തിൽ ഒന്നും കാണാനുണ്ടാവും. മങ്കൂസ് ആകുന്ന സമയത്ത് നമ്മൾ ഈ ബാഗി പോലോത്തതാകുന്ന സമയത്ത് ജറും റഫും തഖ്ദീറില്, നസ്ബ് മാത്രം ളാഹിറാകും. അപ്പോ ജാ അൽ ഖാലി, അപ്പൊ ഖാലിയു ലമ്മോടെ പറയൂല, ജാ അൽ ഖാലി എന്നേ പറയുള്ളൂ. തഖ്ദീറിലാണ് ലമ്മ്. പിന്നെ സ്ക്രീന് കാണുന്നില്ലല്ലോ.
ഹലോ ഹലോ സാർ കട്ടായിക്കണോ? ഹലോ, നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ട എന്തോ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. പറഞ്ഞോളൂ സാർ, ഇപ്പൊ കേൾക്കാം. സാർ ഓക്കെ. മങ്കൂസ് ആകുന്ന സമയത്ത്, അവസാനം യാ ആകുന്ന സമയത്ത് അപ്പോഴും റഫും ജറും തഖ്ദീറിലാണ്, എന്നാൽ ഫതഹ് ലാഹിറായിട്ട് തന്നെ വരേണ്ടതുണ്ട്. ഇനി സർ സ്ക്രീൻ ആ, ഒന്ന് ഷെയർ ചെയ്യൂ സർ. ആ ആ സ്ക്രീനിൽ കാണുന്നില്ലേ? ഇല്ലല്ല. ഇല്ല കാണുന്നില്ല. ഓക്കെ, സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഹലോ, സ്ക്രീന് കിട്ടുന്നുണ്ടോ? ഇല്ല സാർ, കാണുന്നില്ല സ്ക്രീൻ. ഓക്കെ 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 ഓക്കെ. ഞാൻ നഹുവുമായി ബന്ധപ്പെട്ട പറയാൻ ഉദ്ദേശിച്ചതിൽ അവസാനത്തെ സ്ലൈഡാണ് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞത്. നഹുവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പറഞ്ഞു കഴിഞ്ഞത്. നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ടുള്ള എന്തോ തടസ്സമുണ്ട് തോന്നുന്നു. ഓക്കെ, സ്ക്രീന് ശരിയായിട്ടുണ്ടെങ്കിൽ സാർ മക്സൂറും മൻകൂസിയും പറഞ്ഞു. മക്സൂർ മങ്കൂസും സാർ പറഞ്ഞു. ഇനി മംദൂദ് ഒന്ന് പറയൂ സാർ. മംദൂദ് മംദൂദ് ഏതാ? പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനൊന്നുമില്ല. മംദൂദില് മറ്റു പദങ്ങളെ പോലെ തന്നെ നേരെ റഫ്ഖുണ്ട്. മറ്റേ റഫ് നസ്ബ് ഫത്ഹ കൊണ്ട് തന്നെ, പിന്നെ ജറ് കസ്ർ കൊണ്ട് തന്നെയാണ്. ഓക്കെ, ജസാക്കല്ലാ. താങ്ക് യു സാർ. ഒരു ഉദാഹരണം കൂടി മംദൂദിന് പറഞ്ഞ. സാർ ഞാൻ തോന്നുന്നുണ്ട്. സർ ചെറിയ നെറ്റ്വർക്കിന്റെ എന്തോ ഇഷ്യൂ ഉണ്ട്. സാർ ഇടക്കിടക്ക് പോകുന്നുണ്ട്. ചോറയ്ക്കുള്ള സമയമായി. ഇനി ചോറില് വെള്ളം പാരും. ഇച്ചിരി വൈകി കഴിച്ചാലും പോരെ? ഓക്കെ, ഞാനൊന്ന് ഇപ്പൊ പറഞ്ഞത് അത് നമ്മുടെ ടെക്സ്റ്റ് സ്റ്റഡി മെറ്റീരിയല് ഏത് പേജാന്ന് അറിയോ? മൻകൂസ് മംദൂദ് എന്നൊക്കെ പറഞ്ഞില്ലേ? സ്റ്റഡി മെറ്റീരിയൽ കാണുന്നില്ല, അതാണ് നേരിട്ട് ചോദിച്ചത്. അത് അറിയുന്നവരാരെങ്കിലും പറഞ്ഞുതരോ? ഞാൻ ശ്രദ്ധിച്ചില്ല. മങ്കൂസ് മക്സൂർ. സർ ജസ്റ്റ് ഇപ്പോ ഒന്നുകൂടി നെറ്റ്വർക്കിന്റെ എന്തോ ഇഷ്യൂ ഉണ്ട്.
ജസ്റ്റ് ഒരു 2 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യുക, അതിനനുസരിച്ച് തീരുമാനം പറയാം. ഓക്കെ സാറെ, ഞാൻ കോണ്ടാക്ട് ചെയ്തിരുന്നു. അപ്പൊ നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ സാറ് പറഞ്ഞത് ഏകദേശം അതുമായി ബന്ധപ്പെട്ട് നെഹുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളൊക്കെ ഇന്നത്തെ സ്ലൈഡുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻഷാല്ല കൂടുതൽ എന്നുണ്ടെങ്കിൽ ഇനി കൂടുതൽ ഒന്നുകൂടി വേണമെന്നുണ്ടെങ്കിൽ ഇൻഷാല്ല ഗ്രൂപ്പിലൂടെ നമ്മൾ സ്ലൈഡിന്റെ കൂടെ ഇതിന്റെ നോട്ടിന്റെ കൂടെ അയക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ല. അപ്പോ നമ്മുടെ ക്ലാസ് ഇതോടുകൂടി ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. അപ്പൊ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ സാറിന്റെ അഭാവത്തിൽ സാറിനും നന്ദി പറയുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.